ശ്രീ വിഘ്നേശ്വര മഹാദേവാ സർവീശ്വരൻ, എല്ലാവരെയും ഗുരുവായൂരപ്പനായിട്ട് കണ്ട് മനസ്സുകൊണ്ട് സാഷ്ടാംഗം നമസ്കരിക്കണം. വളരെ വിശേഷമായിട്ടുള്ളൊരു ദിവസമാണെന്ന്, പ്രത്യേകിച്ചും ഭാഗവത രസം കുടിക്കുന്നവർക്കൊക്കെ ഏറ്റവും ഒരിക്കലും അല്ലെങ്കിൽ മറക്കാൻ സാധിക്കാത്തൊരു മഹാത്മാവിൻ്റെ സമാധി ദിവസമാണ് മണ്ടിയൂർ ശങ്കരൻ നമ്പൂതിരി ഭാഗവത ഹംസം. വ്യക്തിപരമായിട്ട് എൻ്റെ പരമഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ ആ സമാധി ദിവസം തന്നെ ദശമസ്കന്ധം മാത്രമായിട്ട് ആദ്യമായിട്ട് ഈ ജീവിതത്തിൽ ചെയ്യാനുള്ള ഒരു യോഗം ഭഗവാൻ അതും ഗുരുവായൂർ തന്നിരിക്കുന്നു. ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചാൽ, ഞാനിവിടെ ഇരുന്ന ഉടനെ രാവിലെ എനിക്ക് വിളിച്ചിട്ട് ബ്രഹ്മശ്രീ മല്ലിയൂർ പരമേശ്വര നമ്പൂതിരിയോട് സംസാരിക്കാൻ സാധിച്ചിരുന്നില്ല. അദ്ദേഹം അഷ്ടദ്രവ്യ ഹോമത്തിൽ ഇരുന്നതുകൊണ്ട് ഇവിടെ ഇരുന്ന നിമിഷം അദ്ദേഹം വിളിച്ചു തന്നെ. അതാ ഗുരുവായൂരപ്പൻ്റെ പ്രീതിയും ആ ഗുരുത്വമായിട്ട് കാണുന്നു. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഹരിയുടെ കൂടെ ഒരു സപ്താഹം ചെയ്യാനുള്ള ഭാഗ്യവും ഗുരുവായൂരപ്പൻ തന്നിരിക്കുന്നു. ഞങ്ങൾ കോവിഡ് കാലത്ത് നാരായണീയം ഒരുപാട് ആ 100 ദശകങ്ങളും ചൊല്ലി ദേവസ്വം സൈറ്റിലിട്ടിരുന്ന ആ കാലം തൊട്ടുള്ള ഒരാഗ്രഹമാണ് അതങ്ങനെ ചെയ്യണം എന്നുള്ളത്. ഇപ്പോഴാണ് സമയം ഒത്തു വന്നിട്ടുള്ളത്. ഗുരുവായൂരപ്പൻ എന്താ ഉദ്ദേശിച്ചിരിക്കണമെന്ന് അറിഞ്ഞുകൂടാ. കാരണം സപ്താഹമായിട്ട് നിശ്ചയിച്ചത് പെട്ടെന്നാണ് ദശമം മാത്രമാക്കിയത്. ദശമം, ഏകാദശം, ദ്വാദശം. ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി പാലക്കാട് വെച്ചിട്ട് വിസ്തരിച്ചിട്ട് ദശമം മാത്രമായിട്ടുണ്ടായിട്ടുണ്ട് ഒരൊറ്റ തവണ. ഏകാദശം മാത്രമായിട്ടുണ്ടായിട്ടുണ്ട് 7 ദിവസം ഏകാദശം. ഇനി ഒരിക്കൽ നമുക്ക് അതും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ സാധാരണ തത്വങ്ങൾ കൂടുതൽ പറഞ്ഞു പോകുന്നൊരു ശൈലിയാണ് ഞാനിത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ചെയ്യുന്നത്. 12 ദിവസം ഭാഗവതം കഥാകഥനം മുതുവറ ചെയ്തപ്പോഴും നമ്മൾ ഈ സപ്താഹങ്ങളിൽ നിന്ന് കേൾക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ചില സമയങ്ങളിലൊക്കെ മറന്നു പോകുന്നുണ്ട് എന്ന് പല ആചാര്യന്മാരും പറയുണ്ടായി. അവരുടെ നിർദ്ദേശം അഥവാ കൽപ്പന പ്രകാരം അതിൻ്റെ തത്വാർത്ഥത്തിനെ കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു രീതിയാണ് കൊണ്ടുവന്നിരുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ ലളിതമായൊരു കാര്യമാണ്. നമ്മളൊക്കെ, ഞാൻ പലപ്പോഴും പ്രഭാഷണങ്ങൾ പറയാറുണ്ട്, സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമ്മൾ എഴുന്നേറ്റിട്ട് ആലോചിക്കും ആ സ്വപ്നം അതേപടിയല്ല ആലോചിക്കുക, ഞാൻ കണ്ട സ്വപ്നത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ആലോചിക്കും. സ്വപ്നത്തിൽ പോലും നമ്മൾ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഇവിടെ മഹാത്മാവായിട്ടുള്ള വ്യാസമഹർഷി അല്ലെങ്കിൽ വാൽമീകി മഹർഷി അവരുടെ സമാധിയിൽ കണ്ട കാര്യമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം അതെന്തായാലും കണ്ടപടി ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ ഉള്ളിൽ എന്തോ കിടപ്പുണ്ട്. നമുക്ക് ആ സമാധിയുടെ തലത്തിലേക്ക് ഉയരാൻ സാധിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഏറ്റവും ലഘുവായിട്ടുള്ള ഈ കഥകളുടെ രൂപത്തിൽ പറഞ്ഞു തന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മഹാകൃതി ഗുരുവായൂരപ്പൻ അക്ഷരരൂപത്തിൽ നമ്മുടെ മുന്നിൽ അവതരിച്ച് നിൽക്കുന്നൊരു കൃതി. ആ കൃതിയെ പുരസ്കരിച്ചുകൊണ്ട് നമ്മളൊരു പ്രഭാഷണം ചെയ്യുമ്പോഴോ വെറുതെ ഇരുന്ന ഒരു കഥയായിട്ട് വായിക്കുമ്പോഴോ ഒരു നിമിഷം അതെങ്ങനെയെങ്കിലും ആ ഒരു ഭാഗം വായിച്ച് തീർക്കുക എന്നുള്ളത് ഒഴിച്ച് മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ഒരു അർത്ഥം അതെന്താണ്, എൻ്റെ ജീവിതത്തിൽ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യണത്, അതൊക്കെ ചിന്തിക്കാൻ സത്യം പറഞ്ഞാൽ ആചാര്യവചനങ്ങളുടെ ഒന്നും ആവശ്യം വരുന്നില്ല. വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ അർത്ഥം ഉള്ളിൽ തോന്നിപ്പിക്കുന്ന ഒരു അത്ഭുത ഗ്രന്ഥം. ആഞ്ഞൻ തിരുമേനി ആദ്യകാലത്ത് നമുക്കൊക്കെ അറിയാം, അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റായിരുന്നു. വെറും സോഷ്യലിസ്റ്റ് മാത്രമല്ല, എത്തീസ്റ്റും ആയിരുന്നു. ഈശ്വരവിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവൻ്റെ കൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേശാന്തി ശിഷ്യനായിട്ട് വന്ന് മേശാന്തി ശിഷ്യൻ്റെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹം ഭഗവാനെ തൊഴാറില്ല. ശ്രീകോവിലിൻ്റെ അകത്തേക്ക് പോലും നോക്കാറില്ല. പണ്ടൊരിക്കൽ ഞാൻ വേറൊരു പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടുള്ളത് പോലെ രാത്രി ശിവേലിക്ക് അവിടെ ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരു നീല ഷോൾ, അന്നത്തെ ഇപ്പം പയ്യൻ ഇവിടെ ഇല്ല, അയാൾ വേറെ ജോലി കിട്ടി പോയി,
ഞാൻ ആ ഗോപുരത്തിൻ്റെ താഴെ, മാനേജറും ഗോപുരത്തിൻ്റെ താഴെ നിൽപ്പുണ്ട്. അപ്പോൾ ചിലരൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്, വടക്കുടിയിലെ കുട്ടികളൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട്, നമ്മുടെ മേളത്തിലുള്ള കുറച്ച് പേരൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കും. ഞങ്ങളിങ്ങനെ അവിടെ നിൽക്കുകയാണ്, ഭഗവാൻ വരണേ ഉള്ളൂ. ആ പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ശരത്തേട്ടാ ഒരു സംശയം ചോദിക്കട്ടെ, ഒരു കല്ലിനൊക്കെ ഇത്രയൊക്കെ കാണിച്ചു കൂട്ടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ് ചില പ്രഭാഷണങ്ങൾ. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ ആ കല്ലല്ലേ നമുക്ക് മാമു തരണത്, ആ ബഹുമാനമെങ്കിലും കൊടുക്കുക പറഞ്ഞു. ആ തൽക്ഷണം അവിടെ ഗുരുവായൂരപ്പ എന്നുള്ള വിളിയും ഉയർന്നു. ഭഗവാൻ പുറത്തേക്ക് വടക്കുകളിൽ അകമ്പടിയോടുകൂടി പുറത്തേക്ക് വരികയാണ്. അപ്പോൾ ഒരു സത്യമായിട്ടുള്ളൊരു വസ്തുവിനെ നമ്മൾ നമ്മുടെ സൗകര്യത്തിന് ചില ഇടങ്ങളിൽ പ്രതിഷ്ഠിക്കുകയും ചില ഇടങ്ങളിൽ കൊണ്ടാടുകയും ചെയ്യുമ്പോഴും മനുഷ്യൻ അതിനെ അതിൻ്റെ വളരെ ലാഘവമായിട്ടുള്ള പുറം രൂപം മാത്രം കണ്ടിട്ടാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഭാഗവതം അതുകൊണ്ടാണ് ഒരുപക്ഷെ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു വെച്ചത് സത്യം വരം ധീമഹി എന്ന് പറഞ്ഞു വെച്ചത്. ഇത് ഞാൻ പല സ്ഥലത്തും ആവർത്തിക്കാറുള്ളതാണ്. കൃഷ്ണം വരം ധീമഹി എന്ന് പറഞ്ഞില്ല, നാരായണം വരം ധീമഹി എന്ന് പറഞ്ഞില്ല, വിഷ്ണു വരം ധീമഹി എന്ന് പറഞ്ഞില്ല, ശിവം വരം ധീമഹി എന്നോ ദേവീം വരം ധീമഹി എന്നോ പറഞ്ഞില്ല, സത്യം വരം ധീമഹി എന്നേ പറഞ്ഞു വെച്ചു. അടിസ്ഥാനമായിട്ടുള്ള ബ്രഹ്മവിദ്യ, ആ ബ്രഹ്മവിദ്യ എങ്ങനെ ജീവാത്മാവിന് ലഭിക്കും എന്ന് അന്വേഷിച്ചു പോകുന്നതിൻ്റെ 9 പ്രിപ്പറേറ്ററി സ്റ്റെപ്പാണ് 9 സ്കന്ധങ്ങൾ. പിന്നെ അത് അനുഭവിക്കലാണ് 10ാമത്തെ സ്കന്ധം. അതിങ്ങനെ അനുഭവിക്കുക. ബ്രഹ്മാനന്ദം ഭട്ടതിരി എഴുതി വെച്ചല്ലോ, സാന്ദ്രാനന്ദ അവബോധം. അതിങ്ങനെ ഇരുന്ന് അനുഭവിക്കണം. ആ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 10ാമത്തെ സ്കന്ധം ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നിട്ട് ആ അനുഭവിച്ചാൽ അനുഭവത്തോടു കൂടി കഴിയും. കാരണം നാളെ അയ്യോ അന്ന് എനിക്ക് സമാധി അനുഭവിച്ചു, ഇന്നിപ്പോൾ എനിക്കത് കിട്ടില്ല എന്ന് വരും. അതിനെ ജീവിതത്തിൽ ഉറപ്പിച്ച് നിർത്തണം. ഇനി ചക്രത്തിലേക്ക് തിരിച്ചു വരാതിരിക്കണം. ആ വിദ്യ 11ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞു കൊടുക്കും. അത് ഭഗവാന്റെ മഹത്തായിട്ടുള്ള ഉപദേശം. ഞാൻ സാധാരണ ചില സമയത്തൊക്കെ പറയാറുണ്ട്, ഭാഗവതം ശരിക്കും 4-5 കുട്ടികളുടെ കഥയാണ്. കുറച്ച് കുട്ടികളുടെ കഥയാണ്. മനുഷ്യാവസ്ഥയുടെ പല ഘട്ടങ്ങളിലുള്ള കുട്ടികളുടെ കഥ. ആദ്യം അച്ഛൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെ കണ്ടപ്പോൾ ദേഷ്യം വന്നിട്ട് രാജാവിനെ ശപിച്ചൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇല്ലെങ്കിൽ ഈ കഥ ഉണ്ടാവില്ല. ആ കുട്ടി കാരണമാണ് ഈ കഥ ഉണ്ടായത്. ആ കുട്ടി മനുഷ്യൻ്റെ സാധാരണ ലൗകികനായിട്ടുള്ള മനുഷ്യൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ആളാണ്. നമ്മളൊക്കെ ആ കുട്ടിയാണ്. പെട്ടെന്ന് ദേഷ്യം വരും, വീണ്ടും വിചാരമില്ലാണ്ട് പ്രവർത്തിക്കും, ധർമ്മബോധത്തിൻ്റെ പേരിൽ ചിലപ്പോൾ അക്രമം കാണിക്കും, ഇങ്ങനെ പലതും ചെയ്യും. രണ്ടാമത്തെ കുട്ടി ആയപ്പോൾ എന്താ വെച്ചാൽ ഈശ്വരനെ തേടുന്നുണ്ട്, പക്ഷെ ചോദിക്കേണ്ടത് ചോദിക്കാൻ അറിയാത്ത കുട്ടി ധ്രുവൻ. ആ കുട്ടിക്ക് അച്ഛൻ്റെ മടിയിലിരുന്നാൽ മാത്രം മതി. ധ്രുവനിൽ ആ പക്വതക്കുറവ് ഉള്ളതുകൊണ്ടാണ് ധ്രുവൻ പിന്നീട് കുബേരൻ്റെ വംശത്തിനെ മുഴുവൻ നശിപ്പിക്കണ തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ രോഷം അണപൊട്ടി ഒഴുകണത്. ആ ധ്രുവൻ കുട്ടി കഴിഞ്ഞാൽ പിന്നെ വരണ കുട്ടിക്ക് ശരണാഗതിയിൽ 2ാമത്തെ പടിയിലെത്തി. അങ്ങോർക്ക് അറിയാം എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞിരിക്കുകയാണെന്നറിയാം. പക്ഷെ അദ്ദേഹത്തിന് അപ്പോഴും പൂർണ്ണത വന്നിട്ടില്ല എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത്. കർപ്പാത്രിജി മഹാരാജൊക്കെ പറയും, ശരണാഗതിയുടെ 3 പടിയിലെ 2ാമത്തെ പടിയിലാണ് പ്രഹ്ലാദൻ നിൽക്കുന്നത്. കാരണം ആ ഗംഭീരനായിട്ടുള്ള സിംഹത്തിൻ്റെ മടിയിലിരുന്നിട്ട് ആ ഭഗവാന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ആ കുട്ടി പറയുക, ഗുരുവായൂരപ്പ എനിക്ക് നിൻ്റെ ഈ രൂപം കണ്ടിട്ട് ഒരു പേടിയില്ല, പക്ഷെ എനിക്ക് നിൻ്റെ മായയെ പേടിയാണ്. അപ്പോഴും മായയെ പേടിയുണ്ട് എന്ന് വെച്ചാൽ പരീക്ഷത്തിനെ ശപിച്ച കുട്ടിയിൽ നിന്ന് കുറേ ദൂരം എത്തിക്കഴിഞ്ഞു മനുഷ്യൻ, ജീവാത്മാവ്. പക്ഷെ അപ്പോഴും മായയെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒളിച്ചോടാനുള്ള ടെൻഡൻസി വരും. ജീവിതത്തിൻ്റെ കർത്തവ്യങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ തോന്നും. മായ പേടിയുണ്ടോ? ഭഗവാൻ മതി ഭഗവാൻ മതി എന്ന് പറഞ്ഞിട്ട് ജപവും തപവും ധ്യാനവും മാത്രമായിട്ട് പോകുന്ന ഒരവസ്ഥയിലേക്ക് ജീവാത്മാവ് പോകുമോ എന്ന് സംശയം തോന്നുന്നവിടെയാണ് 4ാമത്തെ കുട്ടി വരുന്നത്. ഇത് മുഴുവൻ ജീവിച്ച് കാണിച്ചു ഭഗവാൻ സ്വയം, കൃഷ്ണൻകുട്ടി. ഈ 4 കുട്ടികളിലും കൂടെയാണ് ഈ കഥ പോകുന്നത്. അതിലാ കൃഷ്ണൻകുട്ടിയുടെ കഥയാണ് നമുക്ക് നാളെ തൊട്ടിട്ട് ഇവിടെ പറയാനുള്ളത്. ഇതിൽ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ, ഈ വെടിക്കെട്ടുകാരനെ ഉടുക്കോട്ടി പേടിപ്പിക്കാൻ പറ്റില്ല പറഞ്ഞമാതിരി ഗുരുവായൂർ വന്നിട്ടാണ് ഞാൻ സത്താന്ന് ആലോചിച്ചോ. ഇതിൻ്റെ നിങ്ങൾ കേൾക്കാത്ത ആചാര്യന്മാരില്ല, കേൾക്കാത്ത കഥയുടെ വഴികളില്ല. ഈ ഭൂമി എത്രയോ കാലമായിട്ട് ഭാഗവതത്തിനെ കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് നമ്മൾ കേരളത്തിൽ അനുവർത്തിച്ച് വരണ ഈ സപ്താഹ സമ്പ്രദായം ഉരുത്തിരിഞ്ഞ് വന്നത് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ കൂത്തമ്പലത്തിൻ്റെ ഉള്ളിൽ പുടലൂർ കുഞ്ഞിക്കാവ് തമ്പുരാനായിട്ട് തുടങ്ങി വെച്ചാണ്. എൻ്റെ ഗുരുനാഥൻ എനിക്ക് ഉപദേശം തന്നിട്ടുള്ള മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ പിതാവ് സാക്ഷാൽ മള്ളിയൂർ
ശങ്കരൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ പടപ്പ നീലകണ്ഠൻ നമ്പൂതിരി, അദ്ദേഹത്തിൻ്റെ 2 ഗുരുനാഥന്മാർ മുമ്പാണ് കൂടലൂർ കുഞ്ഞിക്കാവ് തമ്പുരാൻ വരുന്നത്. ഇത്രയും വലിയൊരു ശൃംഖല അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അത് ശാഖോപശാഖകളായിട്ട് വർദ്ധിച്ചും അങ്ങനെ പരന്ന് കിടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ നമ്മൾ പറയില്ല ആരൂഢം മൂലസ്ഥാനം ഇരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലാണ്. ഇവിടെ ഭഗവാൻ, ഞാൻ സാധാരണ തമാശയ്ക്ക് പറഞ്ഞ മാതിരി, ആ പരബ്രഹ്മം ഫാൻസി ഡ്രസ്സ് കെട്ടിയിട്ട് ഒരു കൊച്ചുകുട്ടിയുടെ രൂപത്തിലിരിക്കണം. അപ്പം ഇന്ന് കണ്ടില്ലേ, ആലിൻ്റെ കൊമ്പിൻ്റെ മുകളിലാണ് കയറിയിരിക്കണം. എന്താ വെച്ചാൽ ഇവിടെ മുഴുവൻ ബഹള. അപ്പോൾ കുറച്ച് ഉയരത്തിലിരുന്നാലേ ഇവിടെ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുള്ളൂ. അവിടെ ഉച്ചയ്ക്കേ കയറിയിരിക്കണം. അവിടെ എന്താ അബദ്ധമൊക്കെയാണ് വിളിച്ച് പറയാൻ പോണത് അവൻ അറിയാൻ വേണ്ടിയിട്ട് അവിടെ കയറിയിരിക്കണം. ഇപ്പോൾ വന്നപ്പോൾ ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചില്ല എനിക്ക് ഭഗവാനെ കയറി തൊഴാൻ പറ്റുന്നു. കാരണം ഞാൻ അത്രയും വൈകി ഇവിടെ എത്തിയപ്പോൾ. അവിടെ ചെന്നപ്പോൾ 1 മിനിറ്റോടെ എങ്ങനെയോ ഞാൻ അകത്തെത്തി. അപ്പോൾ ഞാൻ സോപാനത്തിൻ്റെ മുന്നിലാണ്. ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് എല്ലാ ദിവസവും സപ്താഹം കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാ ദിവസവും സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിക്കും. ശ്രീമദ് ഭാഗവതം പുരാണമമലം യദ്വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമലം ജ്ഞാനം പരം ഗീയതേ. എല്ലാ ഐശ്വര്യങ്ങൾക്കും മംഗളങ്ങൾക്കും കല്യാണങ്ങൾക്കും മുഴുവൻ അടിസ്ഥാനമായിട്ടിരിക്കണം, ഭക്തജനങ്ങളുടെ മുഴുവൻ ഹൃദയത്തിലിരിക്കണ ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണൻ്റെ തൃപാദങ്ങളിൽ ആദ്യം തന്നെ നമസ്കരിച്ച് വ്യാസമഹർഷിയുടെ ആ ഹൃദയത്തിൽ നിന്ന് വിടർന്നിട്ടുള്ള കൽപ്പവൃക്ഷമായിട്ടുള്ള ആ ശുഗൻ്റെ മുഖത്തുനിന്ന് അമൃതമായിട്ട് ഒഴുകിയിട്ടുള്ള ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഭഗവാന്റെ അക്ഷരക്കൂട്ടങ്ങളാകണ ആ ശരീരത്തിൻ്റെ ആ സഞ്ചയത്തെ ഹൃദയപൂർവ്വം വണങ്ങുന്നു. നമ്മൾ വാസ്തവത്തിൽ ഇത്തവണ ഭക്തിയുടെ കാഴ്ചപ്പാടിൽ കൂടെ കഥ പറയുകയും അതിൻ്റെ ഉള്ളിൽ ഭഗവാൻ നമുക്ക് കാലികമായിട്ട് എന്തെങ്കിലും പറഞ്ഞു തരണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് വിചാരിക്കുകയാണ്. അതിനെ എവിടെ ചുരുക്കണം എവിടെ നീട്ടണം ഒന്നും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അറിയില്ല. ഭഗവാൻ എങ്ങനെ കൊണ്ടുപോകണോ അതുപോലെ പോകാമെന്ന് വിചാരിക്കും. ഭഗവാന്റെ ഈ മഹാഗ്രന്ഥത്തിൻ്റെ മഹിമ എത്രയോ അഗാധം. അത് വാസ്തവത്തിൽ ഹൃദയം തുറന്ന് നമുക്ക് ധ്യാനിക്കാൻ വേണ്ടിയിട്ടാണ്. മഹിമ കേൾക്കണത് എന്തിനാന്ന് ചോദിച്ചാൽ, ഒരു നല്ല കാര്യത്തിനും ചാടിക്കയറിയിട്ട് പുറപ്പെട്ടിട്ട് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ കണ്ടിട്ടില്ലേ, വീട്ടിലൊരു ശ്രാദ്ധമാണെങ്കിൽ പോലും തലേ ദിവസം ഒരിക്കലിരിക്കും. ഒരു പ്രിപ്പറേഷൻ ഉണ്ട് എന്തിനും. ആ പ്രിപ്പറേഷനാണ് മഹാത്മ്യ ശ്രവണം. നാളെ തൊട്ട് നമ്മളിപ്പോൾ എല്ലാവരും പല സ്ഥലത്തുനിന്ന് പല കാര്യങ്ങളുടെ ഇടയിൽ നിന്ന് ഓടി വന്നവരാണ്. നമ്മുടെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടില്ല, എന്നാലും സമയം കണ്ടെത്തി വന്നിരിക്കുക. പക്ഷെ മനസ്സിനെ ഒരു ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അതിന് വേണ്ടിയിട്ടൊരു ട്യൂണിങ് ആണ് ഈ മഹാത്മ്യ ശ്രവണം. പല സ്ഥലങ്ങളിലും മഹാത്മ്യ ശ്രവണം ഒരു ചടങ്ങ് മാരിയായിട്ട് പോണ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ശരിക്കും ഏറ്റവും സമയമെടുത്ത് ചെയ്യേണ്ടതാണ് കണ്ടീഷൻ ചെയ്യണം. തല കണ്ടീഷൻ ചെയ്യണം, എന്നാൽ മാത്രമേ പിറ്റേ ദിവസം അത് കറക്റ്റ് ആവുള്ളൂ. കാരണം 1-ാം ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓൾറെഡി അതിലേക്ക് എത്തും. പക്ഷെ 1-ാം ദിവസത്തിൻ്റെ തുടക്കത്തിൽ കുറേ സംഭവങ്ങളുണ്ടല്ലോ. സാധാരണ സപ്താഹം നോർമൽ ഘടനയിൽ തന്നെ ആണെങ്കിൽ പോലും ആ ആദ്യത്തെ ദിവസത്തെ ഭീഷ്മരുടെ ആ സ്തുതിയൊക്കെ തൊട്ടിട്ട് അനവധി സ്തുതികളുടെയും കൂടെ ഒരു സഞ്ചയമല്ലേ ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിപ്പോൾ ഗുരുവായൂർ പോലൊരു സ്ഥലത്തെന്ന് പറഞ്ഞാൽ ഇവിടെ എപ്പോഴും ഓൾവേസ് റെഡിയാണ് എല്ലാവരും, എപ്പോൾ വേണമെങ്കിലും കേൾക്കാം. കാരണം ഭാഗവതത്തിൻ്റെ പുറത്തേക്കൊരു ജീവിതം വഴിയില്ല. പക്ഷെ മറ്റ് സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. ഇപ്പം ഞാനിപ്പോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ റെക്കോർഡ് ചെയ്യുന്നത് കേൾക്കുന്നത് നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുറച്ച് പേരോ നാളെ വരാൻ പോകുന്ന ഇവിടെ ഗുരുവായൂർ പ്രദേശത്തുള്ള കുറച്ച് പേരോ മാത്രമായിരിക്കില്ല. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ അകത്ത് നിന്നിട്ടാണ് അവരിത് കേൾക്കുന്നത്. അവർക്കിത് ഉപകാരപ്പെടുമോ? പണ്ടൊരിക്കൽ വിട്ടൽദാസ് മഹാരാജ് ജയകൃഷ്ണ ദീക്ഷിതർ ദക്ഷിണ പണ്ഡർപൂരിൽ, അതായത് സാക്ഷാൽ ചെങ്കാളിപുരം അനന്തരാമ ദീക്ഷിതരുടെ സഹോദരൻ്റെ മകൻ മള്ളിയൂർ പ്രഭാഷണത്തിന് വന്ന സമയത്ത് രാവിലെ അഗ്നിഹോത്രം കഴിഞ്ഞിട്ടിരിക്കുക. ആ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. അദ്ദേഹം അവിടെ ഒരു ചാരുകസയിൽ ഇരിക്കും, ആരും ഉണ്ടാവില്ല, സിൽബന്തികളോ മറ്റ് തമിഴ്നാട്ടിൽ ഉള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോലും നമുക്ക് ചെല്ലാൻ പറ്റില്ല, അതാണ് അവസ്ഥ. പക്ഷെ അവിടെ ആകുമ്പോൾ നമുക്ക് ധാരാളം സംസാരിക്കാം. അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് നമ്മൾ ഈ ആപ്പ വണ്ടി എന്ന് പറയുന്നേ സാധനങ്ങൾ ഇറക്കാൻ വരണേ, അതിൽ കുറച്ച് മുളയായിട്ട് ഒരുത്തം വന്നിട്ട് അവിടെ ഇറങ്ങിയത്. അദ്ദേഹം ഒരു മുഖവരിയില്ലാണ്ട് എന്നോട് ചോദിച്ചു, നീ ചൊല്ലറ ഭാഗവതം അവനക്ക് പുരിയുമാ ചോദിച്ചു. നീ പറയണ ഭാഗവതം അവൻ അറിയുമോ ചോദിച്ചു. അതിനുശേഷം അദ്ദേഹം സത്രത്തിൻ്റെ വേദിയെ ചൂണ്ടിക്കാണിച്ചു. അപ്പോഴേക്ക് രാവിലത്തെ തുടങ്ങിയിട്ടുണ്ട്. 500 പേര് 1000-ൻ്റെ ഇടയിലും ആളുണ്ട് അവിടെ ഓൾറെഡി ആ നേരത്തേക്ക്. അപ്പം അദ്ദേഹം അത് കാണിച്ചിട്ട് പറയുക,
അവിടെ വന്നിരുന്ന് ഈ കേൾക്കുന്നവരെ ഒരു 300 തവണയെങ്കിലും സപ്താഹത്തിന് പോയവരാണ്. എന്നിട്ടും അവർ വീണ്ടും കരയണു, പരിതപിക്കണു, വീണ്ടും ജനിക്കണു, വീണ്ടും മരിക്കണു. എന്ത് ഗുണമുണ്ടായി? കേൾക്കേണ്ട രീതി കേട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, ഇവനെ പോലുള്ളവർക്ക് വേണ്ടിയിട്ട് പറയണം. അവൻ ബില്ല് കൊടുത്തിട്ട് പൈസ ഓഫീസിൽ നിന്ന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് അവന് കേൾക്കും, അവൻ്റെ ഉള്ളിലൊരു കൊളുത്ത് വീഴും. ആ കൊളുത്തിൽ പിടിച്ചിട്ട് വേണം അവൻ നാളെ ഭാഗവതം അന്വേഷിച്ച് വരാൻ. ഇങ്ങനെ വേണം ഭഗവാനിലേക്ക് എത്തിക്കാൻ. കൃത്യമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് അദ്ദേഹത്തിൽ കൂടെ ഭഗവാൻ അന്ന് തന്നത്. നൊച്ചൂരെണ്ണാവ് നൊച്ചൂർ സ്വാമികൾ വിക്ടോറിയ കോളേജിൽ എൻ്റെ സൂപ്പർ സീനിയറായി. അന്ന് തൊട്ട് കാണുന്നതാണ്. അന്ന് തൊട്ട് എത്രയോ ഉപദേശങ്ങളും എന്താ പറയുക വഴികാട്ടലുകളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഭാഗവതം എടുക്കാൻ കാരണമായത് അദ്ദേഹമാണ്. പാലക്കാട് കൽപ്പാത്തിയിൽ രുക്മിണി സ്വയംവരം ഒരു ദിവസത്തെ മുഴുവൻ സമർപ്പിക്കാൻ എനിക്ക് സാധിച്ചു അദ്ദേഹത്തിൻ്റെ സപ്താഹത്തിൽ. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് അതിൻ്റെ ഈ തട്ടൊക്കെ തരും. തമിഴ് സമ്പ്രദായത്തിൽ ഒരുപാട് രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ സ്റ്റേജിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. അവിടെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഒരു തിട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്റ്റേജിൻ്റെ ബാക്കിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരാരോണ് പാരായണം ചെയ്യണം. എന്നോട് ചോദിച്ചു, നീ ഭാഗവതം എടുത്തോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എടുത്തിട്ടില്ല. പറഞ്ഞു, എന്താ എടുക്കാത്ത? പേടിച്ചിട്ടാവും. അപ്പം അപ്പോൾ ഒന്നും പറഞ്ഞില്ല. കുറച്ച് നേരം കഴിഞ്ഞ് 2 സെഷൻ കൂടെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഭാഗവതം എടുക്കണം, അതിങ്ങനെ വേണം പറയാൻ, ഇനി വൈകിക്കരുതെന്ന്. അദ്ദേഹത്തിൻ്റെ വാക്കും ജഗദീശ്വരയുടെ വാക്കും ആണ് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മുന്നിൽ ഇരിക്കാൻ എനിക്ക് ധൈര്യം തന്നത്. ഭഗവാന്റെ അക്ഷരാവതാരം, വാക്കുകളുടെ രൂപത്തിലുള്ള അവതാരം എന്ന് വെറുതെ പറയല്ല. ഇത് പറയണ സമയത്ത് എൻ്റെ മനസ്സിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്, സാധാരണ സ്ഥിരം കേൾക്കണവർക്കറിയാം. ശ്രീരംഗം ക്ഷേത്രത്തിൽ ചൈതന്യ മഹാപ്രഭു ധാരാളം വർഷങ്ങൾ തെക്കൻ നാടുകളിൽ സഞ്ചരിച്ചിരുന്നു. പത്മനാഭസ്വാമി ക്ഷേത്രം, ശ്രീരംഗത്തൊക്കെ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. അതിൽ ശ്രീരംഗത്ത് അദ്ദേഹം കുറേ മാസങ്ങൾ താമസിച്ചു. അപ്പോൾ ഇദ്ദേഹം അറിയാലോ, നമുക്കൊക്കെ ശ്രീരംഗത്ത് പോയിട്ടുള്ളവർക്ക് അറിയാം, 5 പ്രാകാരമാണ്, ഒരു നഗരമാണ് ശ്രീരംഗം ടെമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ലോകത്തിലെ ഏറ്റവും വലിയ ജീവനുള്ള ശ്വസിക്കുന്ന ക്ഷേത്രമാണ് ശ്രീരംഗം ക്ഷേത്രം. ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രവും വിഷ്ണുവിൻ്റെയാണ്. പക്ഷെ അവിടെ പൂജയില്ല. കംബോഡിയയിൽ അങ്കോർവാറ്റ് എന്ന് പറയുന്ന ക്ഷേത്രം കാടും പടലവും പിടിച്ച് ഇന്നിപ്പോൾ ആർക്കിയോളജി വകുപ്പിൻ്റെ കീഴിലാണ് അവിടെ. പക്ഷേ ഈ ശ്രീരംഗം ക്ഷേത്രത്തിൻ്റെ 5ാം പ്രാകാരം തുടങ്ങിക്കഴിഞ്ഞ ഒരു നഗരമാണ്. അതിൽ 3ാമത്തെ പ്രാകാരം കടന്ന് കയറുമ്പോൾ ദിവസവും ഇദ്ദേഹം അകത്തേക്കും പുറത്തേക്കും പോകുന്ന സമയത്ത് ഒരാൾ അവിടുത്തെ ചുട്ടുപഴുത്ത മണലിരുന്നിട്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ഗീതയിലെ ശ്ലോകങ്ങൾ ഉരുവിടുകയും വ്യാഖ്യാനം ചെയ്യുകയും ചെയ്യണതാണ്. അപ്പോൾ ഈ വ്യാഖ്യാനം കേൾക്കണ ആരോ വെച്ചാൽ മുന്നിൽ ആരും കാണില്ല. ഗീത ശ്ലോകം ചൊല്ലുന്നുണ്ട്, ഗീത പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയണ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഭാഗവതം കേട്ട് പൊട്ടിക്കരയും, രാമായണം കേട്ടിട്ട് വേണമെങ്കിൽ കരയാം, ഹരിവംശം കേട്ട് കരയാം, നാരായണീയം കേട്ട് കരയാം. പക്ഷെ ഭഗവത്ഗീത കേട്ടിട്ട് പൊട്ടിക്കരിയാം, വേദം കേട്ടിട്ട് പൊട്ടിക്കരിയാം. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് വേദശ്രവണ മഹാത്മ്യം പാണ്ഡ്യ സമൂഹം നടത്തി പറയുമ്പോൾ കാഞ്ചി പരമാചാര്യരുടെ വത്സല ശിഷ്യൻ തിരുപ്പതിയിലെ ആസ്ഥാന വിദ്വാൻ ഗോപാലകനപാടികൾ, അദ്ദേഹത്തെ കാഞ്ചി വരിക കുട്ടിയായിരിക്കുമ്പോൾ ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ടുള്ളതാണ്. അദ്ദേഹം തൊഴുകയോട് കൂടിയിട്ട് ആ 2 മണിക്കൂർ പറയണത് കട്ടി കാര്യമാണ്. പക്ഷേ കണ്ണീര് ധാരധാരയായിട്ട് ഒഴുകിയിട്ട്, ഞാനപ്പോൾ അവസാനം പറഞ്ഞു, ഭക്തി കൊണ്ട് കരയണവരെ കണ്ടിട്ടുണ്ട്, ശാസ്ത്രം കേട്ട് കരയണ ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണെന്ന്. അതാണ് ആ സമർപ്പണം എന്ന് പറഞ്ഞു. അപ്പോൾ അതേമാതിരി ഗീത പറഞ്ഞുകൊണ്ട് കരയണ ഒരാളെ കണ്ടപ്പോൾ മഹാപ്രഭുവിന് പോലും സംശയം, ഇത് ആളാരാ, ഇങ്ങേരുടെ അടുത്ത് സമയം കിട്ടുമെന്ന് ചോദിക്കണം വിചാരിച്ചു നോക്കി. ഇദ്ദേഹത്തിൻ്റെ ഡിസ്കോഴ്സ് കഴിയൂല്ല, മഹാപ്രഭുവിന് പോകാൻ സമയമാവും, ഇങ്ങേരുടെ കരച്ചിൽ അവസാനിച്ചിട്ട് ഇങ്ങേരുടെ അടുത്തൊന്ന് പോയിട്ട് ചോദിക്കാൻ ടൈം കിട്ടാറില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം സമയമെടുത്ത് കാത്തു നിന്നു. അവസാനം അദ്ദേഹം ഇതൊക്കെ കഴിഞ്ഞ് എണീക്കണം, എല്ലാം അവിടുന്ന് പൊടിയൊക്കെ തട്ടിയിട്ട് അവിടെ ചെന്നിട്ട് നമസ്കരിച്ചു. എന്നിട്ട് ചോദിച്ചു, മഹാനുഭാവ, ഞാൻ എന്നും കാണുന്നുണ്ട് അങ്ങ് ഗീതയുടെ ഓരോ ശ്ലോകങ്ങളും ഇങ്ങനെ രുചിയായിട്ട് പറഞ്ഞ് കണ്ണിന്ന് ധാരധാരയായിട്ട് കണ്ണീരൊഴുക്കിയിട്ട് അത് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങ് പറയണത് കേൾക്കാൻ ഒരൊറ്റ ആളില്ലല്ലോ, എല്ലാവരും അകത്തേക്ക് പോകണു, പുറത്തേക്ക് വരണു, തൊഴാൻ പോണവരെ, ജീവനക്കാർ, ഒരാളെയാളെ ശ്രദ്ധിക്കുന്നില്ല. അങ്ങ് എന്തുകൊണ്ടാണ്, ആർക്ക് വേണ്ടിയാണ് ഇത് പറയണതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭഗവാന് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്, എൻ്റെ ശ്രോതാവ് ഭഗവാനാണ്. അപ്പോൾ
അങ്ങേക്ക് ഭഗവാനെ കാണാൻ സാധിക്കുന്നുണ്ടോ? അതുകൊണ്ടാണോ അങ്ങ് കരയണതെന്ന് ചോദിച്ചു. എനിക്ക് കാണാറൊന്നും ആയിട്ടില്ല. അർജുനൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തത് ഭഗവാന്റെ തൊണ്ടേന്ന് വന്ന ശബ്ദങ്ങളും വാക്കുകളും അല്ലേ. ഇത് ഈ വൃത്തികെട്ട എൻ്റെ ഈ ശരീരത്തിൻ്റെ തൊണ്ടനുള്ളിൽ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള രോമാഞ്ചം കൊണ്ട് ഞാൻ കരയണമെന്നാണ്. അപ്പം ഇതാണ് ഇപ്പം നമ്മളിതൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതൊക്കെ പറയുമ്പോൾ ഒരു നിമിഷം ആലോചിക്കുക, ഇത് ആരുടെ തൊണ്ടയെന്നാണ് വന്നത്, ഏത് രൂപത്തിലാണ് വന്നത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ പുസ്തകം അടച്ചു വെച്ച് അതിലിങ്ങനെ നമസ്കരിച്ച് കിടക്കാനേ തോന്നുന്നു. അപ്പം അതുകൊണ്ട് കുറച്ച് എന്താ പറയുക, ആ അവസ്ഥയിൽ നിന്ന് ഒരു പടി താഴേക്ക് ഇറങ്ങി വന്നിട്ട് വേണം നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കാൻ. അതാ ഗുരുവായൂരപ്പൻ നാക്കിലിരുന്ന് പറഞ്ഞാലല്ലാണ്ട് നമുക്കൊരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ശരീരമാണ്. ഭഗവാൻ തൻ്റെ അവതാരത്തിൻ്റെ അവസാനത്തിൽ ശരീരത്തിൻ്റെ സ്വരൂപത്തെ, പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തെ ത്യജിച്ച് ഭാഗവതത്തിൻ്റെ രൂപത്തിൽ വീണ്ടും ആവിർഭവിച്ചു. അക്ഷരാവതാരം എന്നവിടെ പറയണത് വെറുതെ എഴുതിയ ലെറ്റേഴ്സ് എന്ന അർത്ഥത്തിലല്ല. അക്ഷരം നശിക്കാത്തത് ഒരു കാലത്തും ഈ അവതാരം നശിക്കില്ല എന്നാണ്. അതുകൊണ്ട് ഭാഗവതത്തിന് നാശമില്ല. അതിന് വളരെ ശാസ്ത്രീയമായിട്ടും ഫിലോസഫിക്കലായിട്ടും ഒക്കെയുള്ള ധാരാളം പ്രമാണങ്ങളുണ്ട്. ഇത് വെറുതെ ആരോ ഒരു ഭക്തൻ ആ ഭഗവാനെ ഒന്ന് സന്തോഷിപ്പിച്ചോളെ, അല്ലെ ഭഗവാന്റെ കാര്യങ്ങൾ 10 പേർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ച് മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഭഗവാൻ തന്നെ ആട്ടോ എന്ന് പറയാൻ വേണ്ടി പറഞ്ഞു കൊടുത്തതല്ല. അതിന് പ്രമാണം അവിടെ കിടപ്പുണ്ട്. ഭാഗവതത്തിൻ്റെ 1-ാമത്തെ സ്കന്ധത്തിൽ 3-ാമത്തെ അധ്യായത്തിലെ 43-ാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഭാഗവതം സൂര്യനെ പോലെ തേജസ്വി എന്നാണ് പറയുന്നത്. ഭഗവാൻ തൻ്റെ സ്വധാമത്തിലേക്ക് മടങ്ങിയ ശേഷം കലിയുഗത്തിലെ ജനങ്ങളെ അന്ധകാരത്തു നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് കിഴക്കെങ്ങനെയാണോ ഇരുട്ടിനെ കളയാൻ സൂര്യൻ ഉദിച്ചു വരുന്നത് അതുമാതിരി ഉദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടത് മധ്യാഹ്നാവസ്ഥയിൽ വന്നിട്ട് നിൽക്കുകയാണ്. അതിന് അസ്തമനമില്ല. ഭാഗവതത്തിന് അസ്തമനമില്ല. അതുകൊണ്ട് ദ്വാപരയുഗത്തിൽ ഭഗവാൻ ഒരു മൂർത്തിയായി ദൃശ്യനായിട്ട് നമുക്ക് കാണാവുന്ന രൂപത്തിൽ ചെന്ന് കെട്ടിപ്പിടിക്കാം, ഉമ്മ വയ്ക്കാം, കലഹിക്കാം, ചിരിക്കാം, തോളത്ത് കഴിഞ്ഞിട്ട് നടക്കാം, പിച്ചാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഒരു കൊച്ചുകുട്ടിയോട് അല്ലെങ്കിൽ ഒരു സ്നേഹമുള്ള ഒരാളോട് നമ്മൾ എന്തൊക്കെ പ്രകടനങ്ങൾ നടത്താമോ അത് മുഴുവൻ നടത്താവുന്ന, നമുക്ക് തൊടാവുന്ന. കലാമുള്ള ഹൈദരാലി ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, അദ്ദേഹം മഹാകൃഷ്ണഭക്തനായിരുന്നു. ജന്മം കൊണ്ട് അദ്ദേഹം മറ്റൊരു മതസ്ഥനായിരുന്നെങ്കിൽ അജിതാഹര പാടാൻ വേണ്ടിയിട്ട് ഒരു അമ്പലത്തിൻ്റെ ചുമരിൻ്റെ ഒരു പോർഷൻ പൊടിച്ചിട്ട് മൈക്ക് പുറത്തേക്ക് വെച്ച് കൊടുത്തു അദ്ദേഹത്തിന്. അദ്ദേഹം പറയുന്നുണ്ട് ആ ഇൻ്റർവ്യൂവിൽ, ഞാൻ അവിടെ നിന്ന് പാടി, ഗുരുവായൂരപ്പൻ അവിടെ ഇരിക്കണ്ടായിരുന്നു, എനിക്ക് കൈകൊണ്ടൊന്ന് നീട്ടി തൊട്ടാൽ എനിക്ക് ഭഗവാനെ തൊടാൻ പറ്റുമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ നിന്നാണ് അജിതാഹര പാടി കൊടുക്കുന്നത്, ഗോപിയാശാന്റെ കൃഷ്ണൻ. അപ്പോൾ നമുക്ക് തൊടാവുന്ന ഒരാളായിട്ട് ഭഗവാൻ ഇരുന്നൊരു കാലം. പക്ഷെ ഇപ്പം നമുക്ക് സുലഭമായിട്ട് തൊടാവുന്ന, കണ്ണുകൊണ്ട് കുടിക്കാൻ, ചെവി കൊണ്ട് കുടിക്കാൻ, അല്ലെ നാക്ക് കൊണ്ട് രുചിച്ചു കുടിക്കാൻ ഒക്കെ പറ്റുന്ന രൂപത്തിൽ ഭഗവാൻ ഭാഗവതമായിട്ടും ഇരിക്കുന്നു. പഴയ കഴിഞ്ഞു പോയ എത്രയോ യുഗങ്ങളിലൊക്കെ ഭഗവാൻ മീനായും സിംഹമായിട്ടും, അതായത് നരസിംഹമായിട്ടും ഒക്കെ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഭഗവാൻ കലിയുഗത്തിൽ കൂടുതൽ സൂക്ഷ്മമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെ രൂപമുള്ള ഒരു രൂപത്തെ സ്വീകരിച്ചിരിക്കുന്നു ഭാഗവതം. അതുകൊണ്ട് ഭഗവാന്റെ അവതാരങ്ങളുടെ തുടർച്ചയാണ് ഭാഗവതത്തിൻ്റെ അവതാരവും. ഭാഗവതം ഒരു അവതാരമാണ്. നമ്മൾ ഓരോ പ്രതിമയെയും ഒരു തമിഴ് സമ്പ്രദായത്തിൽ സഹ്യപർവ്വതം കടന്നു കഴിഞ്ഞാൽ ഇതിനെ ഒരിക്കലും ഒരു പ്രതിമ ബൊമ്മ എന്ന് പറയില്ല, അവർ അർച്ചാവതാരം എന്നാണ് പറയുക. നമ്മുടെ വീട്ടിലൊക്കെ ഇരിക്കണ എത്ര ചെറുതോ വലുതോ ആയിട്ടുള്ള കൃഷ്ണൻ ആയിക്കോട്ടെ, ഒരു ഫോട്ടോ ആയിക്കോട്ടെ, അതിനെ അർച്ചാവതാരം എന്ന് പറയും. അർച്ചിക്കാൻ, നമുക്ക് അർച്ചിക്കാൻ വേണ്ടി ഭഗവാൻ എടുത്ത അവതാരമാണ്. അത് കടകളിൽ ഇരിക്കുന്നു, നമ്മൾ വാങ്ങിക്കൊണ്ട് വരും. അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പം ഇവിടെ അക്ഷരം എന്നുള്ളതിന് അവിടെ വെറുതെ എഴുത്ത് എന്നൊരു രൂപം മാത്രമല്ലാണ്ട് അക്ഷരം, ക്ഷരമില്ലാത്തത്, നശിക്കാത്തത് എന്നുള്ളൊരർത്ഥം കൂടെ എടുത്തിരിക്കുന്നു. ഭഗവാൻ ഭാഗവതത്തിൽ ഓരോ വാക്കിലും, ഓരോ ശ്ലോകത്തിലും, ഓരോ കഥയിലും, ഓരോ ശ്ലോകങ്ങളുടെ ഇടയിലുള്ള ആ ശൂന്യതയിൽ പോലും ഭഗവാൻ ഇരിക്കണമെന്നുള്ളത് രമണ മഹർഷി പറഞ്ഞിട്ടുണ്ട്. ജപിക്കുമ്പോൾ ജപിക്കുന്ന വാക്കിലല്ല ശ്രദ്ധിക്കേണ്ടത്, മന്ത്രത്തിലല്ല ശ്രദ്ധിക്കേണ്ടത്. ഒരു പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ അടുത്തത് തുടങ്ങണതിൻ്റെ ഇടയിൽ ഒരു നിശബ്ദതയില്ലേ, അവിടെയാണ് ഈശ്വരൻ ഇരിക്കുന്നത്. സത്യം ആ പോയിന്റ്. അതുകൊണ്ടാണ് ഈ ശ്വാസം
ക്രമീകരണങ്ങളുള്ള എല്ലാ യോഗവിദ്യകളിലും 2 ശ്വാസങ്ങളുടെ ഇടയിൽ ശ്രദ്ധിപ്പിച്ചിരുന്നത് ഭാഗവതൻ ഇതുപോലെ ഉപാസിക്കാൻ പറ്റുന്ന ഒരു യോഗവിദ്യാ മാർഗം കൂടിയാണ്. ഭാഗവതത്തിലെ ചില പ്രത്യേക ശ്ലോകങ്ങൾ, പ്രത്യേകിച്ച് ദശമസ്കന്ധത്തിലെ ചില ശ്ലോകങ്ങൾ ഒരു പ്രത്യേക പാരായണക്രമത്തിൽ പാരായണം ചെയ്യുകയും വിശേഷമായിട്ടുള്ള ചില ദ്രവ്യങ്ങൾ മാത്രം ഭക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഇത്ര ദിവസം വ്രതമെടുത്താൽ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കാണാം എന്നുള്ളത് പ്രമാണസഹിതം സത്യമാണ്. ഭഗവാനെ പ്രത്യക്ഷത്തിൽ കാണാനുള്ള നമ്മുടെ കാലഘട്ടത്തിൽ ഏറ്റവും എന്താ പറയുക, സുഗമം സുലഭമായിട്ടുള്ള മാർഗം ഭാഗവതമാണ്. ഭാഗവതത്തിൻ്റെ പാരായണം എന്നല്ല, ഭാഗവതത്തിൻ്റെ ഉപാസന. അത് യാതൊരു സംശയമില്ല. അപ്പോൾ ഭാഗവതം നമ്മുടെ ജീവനുള്ളൊരു ദേവൻ തന്നെയാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം. അതിലെ വാക്കുകൾ ക്ഷയിക്കണില്ല. അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള തേജസ്സും കാരുണ്യവും ആ ഭക്തിയുടെ പൂർണ്ണമായിട്ടുള്ള ശക്തി മുഴുവൻ അത് വഹിക്കുന്നുണ്ട്. അവിടെ ഭക്തി എന്ന് പറയുമ്പോൾ ഒരു വികാരത്തിനെ അല്ല പറയണത്. നാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ ഭക്തിച്ചാൽ പ്രകാശത്തിനോട് ചേർന്നിരിക്കണ അവസ്ഥ എന്നാണെന്ന് പറഞ്ഞു അദ്ദേഹം. എത്ര സത്യം! ഭഗവാനോട് നമ്മൾ ചേർന്നിരിക്കണ അവസ്ഥയാണ്, അതാണ് ഭക്തി. അല്ലാണ്ട് അതൊരു ഇമോഷണൽ അപ്സർജ് അല്ല, ഒരു സ്റ്റേറ്റ് ഓഫ് ഒരു സന്തോഷം കാണിക്കലോ തുള്ളിച്ചാടലോ കണ്ണീരൊഴുക്കലോ കിടന്നുരുളലോ ഒന്നുമല്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് ആ അവസ്ഥ എത്തുമ്പോൾ ശരീരത്തിന് ആ ആനന്ദം താങ്ങാൻ പറ്റാണ്ട് വരുന്ന സമയത്ത് സംഭവിക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞ മാതിരി മത്തനെ പോലെ നൃത്തം കുതിക്കണം എന്നൊക്കെ പറഞ്ഞില്ലേ, അല്ലേ? ഭ്രാന്തനമാതിരി എനിക്ക് ജപിക്കണം തുള്ളണം എന്ന് ഭട്ടതിരിയൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഭാഗവതം ജീവനുള്ളൊരു ദേവനായിട്ട് നമുക്ക് ബോധ്യപ്പെടുന്ന സമയത്ത് അത് നമുക്ക് തരുന്ന ചൈതന്യം നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല എന്നുള്ളതൊരു സത്യമാണ്. എത്രയോ മഹാത്മാക്കൾ, ഏകനാഥ് മഹാരാജ്, ഏകനാഥൻ്റെയൊക്കെ കഥ എന്ന് പറഞ്ഞാൽ അല്ലേ, പാണ്ഡുരംഗനെ പൂജിച്ചിട്ട് അവസാനം പറഞ്ഞു ആ ഭഗവാന്റെ പാദസ്പർശമുള്ള സ്ഥലത്ത് തന്നെ അടക്കണം എന്നല്ല പറഞ്ഞു, ഭഗവാനെ തൊഴാൻ പറഞ്ഞ ഭക്തർ എൻ്റെ തലയെ ചവിട്ടിയിട്ട് പോകണം. അത് കാരണം പണ്ഡർപൂരിൽ ഭഗവാന്റെ ശ്രീകോവിലേക്ക് പോകുന്ന വലിയ ഗോപുരത്തിൻ്റെ കടന്ന ഉടനെ പടി കടന്ന് നമ്മൾ കാല് വെക്കുന്നതിൻ്റെ നേരെ താഴെ അദ്ദേഹത്തിനെ സമാധിയിരുത്തിയിരിക്കും. അദ്ദേഹത്തിൻ്റെ ശിരസിൽ ചവിട്ടാണ്ട് നമുക്ക് പാണ്ഡുരംഗനെ തൊഴാൻ പോകാൻ പറ്റില്ല. നോർമൽ സ്ഥലം. ഗുരുവായൂരും അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അത് പക്ഷേ പുരാണ പ്രസിദ്ധമോ അല്ലെങ്കിൽ ദേശപ്രസിദ്ധിയോ ഒന്നും ഇല്ലാത്തത് കൊണ്ടും നമ്മുടെ സ്വാമിയാർ മഠങ്ങളിലുള്ളിൽ മാത്രം സംരക്ഷിച്ചു വന്നിരുന്ന സമീപകാലം വരെയുള്ള രഹസ്യമായിരുന്നത് കൊണ്ടും ആ ശങ്കരാചാര്യസ്വാമികൾ നിലത്ത് വീണു പതിച്ചു എന്ന് പറയുന്ന സ്ഥാനം ശങ്കരാചാര്യസ്വാമി പതിച്ച സ്ഥലമല്ല, അതൊരു സമാധി സ്ഥാനമാണ്. സാക്ഷാൽ കുലശേഖര പെരുമാളുള്ള സമാധി ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ അകത്താണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ഭഗവാനെ പ്രദക്ഷിണം ചെയ്യണവരെ എന്നെ തലയെ ചവിട്ടിയിട്ട് പ്രദക്ഷിണം ചെയ്യണം. അവിടെ ഇന്നും വിളക്ക് ഭഗവാൻ ഇടുന്നത് കിഴക്ക് പടിഞ്ഞാറല്ല, വടക്ക് തെക്കായിട്ടാണ് തിരിയിടുക. അത് നമ്മൾ 1ാമത്തെ എപ്പിസോഡ് അഖിലം മധുരത്തിൻ്റെ 1ാമത്തെ എപ്പിസോഡിൽ സൂചിപ്പിച്ച് വെച്ചിരുന്നു. ഇത് ഈ അടുത്ത് ഞാൻ നമ്മുടെ ഇവിടെ രുക്മിണി റീജൻസിയിലെ ഒരു പ്രഭാഷണത്തിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് മുകുന്ദമാല എഴുതിയിരിക്കുന്നത്. ഏറ്റവും പഴയ രേഖ ശരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ മുകുന്ദമാലയാണ്. അത് കോക സന്ദേശത്തിനെക്കാട്ടിലും പഴക്കമാണ്. ആ വിഗ്രഹം തന്നെ കുലശേഖരൻ പൂജിച്ച വിഗ്രഹമാണ് നമ്മുടെ ഭഗവാന്റെ ആ അപൗരുഷയ വിഗ്രഹം. അതുകൊണ്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാൻ ആ ചക്രവർത്തിത്വത്തിന് ഇത്രയ്ക്ക് പ്രാധാന്യം. മഹാവിഷ്ണു ചക്രവർത്തി ആയിരിക്കണം എത്രയോ ക്ഷേത്രങ്ങളുണ്ട്, പക്ഷെ ഗുരുവായൂരപ്പൻ ഒരു വിശേഷ ചക്രവർത്തി. അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ഇട്ടിട്ട് എല്ലാവരും വരുള്ളൂ, എന്തെങ്കിലും കാഴ്ച കൊണ്ടുവരും. കാരണം ഒരു ചക്രവർത്തി സമാധിയായ സ്ഥലം, ആ ചക്രവർത്തി പൂജിച്ച ഭഗവാനാണ്. ചേരചക്രവർത്തിയുടെ സമാധി ഇരിക്കുന്ന സ്ഥലമാണ്. ആണ്ടാളിൻ്റെ കാലവും അദ്ദേഹത്തിൻ്റെ കാലവും തമ്മിൽ അധികം വ്യത്യാസമൊന്നുമില്ല. രാമായണം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഭഗവാന്റെ അടുത്ത് പെട്ടെന്ന് രാമൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടു. സുഗ്രീവൻ ആ പ്രവർഷണ പർവ്വതത്തിൻ്റെ മുകളിലിരുന്നിട്ട് വർഷക്കാലം മുഴുവൻ സങ്കടപ്പെട്ടിരുന്നു. ലക്ഷ്മണന് ദേഷ്യം വന്നു, സുഗ്രീവൻ സഹായിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എവിടെ എൻ്റെ ഭഗവാനെ സഹായിക്കാൻ സൈന്യത്തിന് ഇറക്കുക പറഞ്ഞു അത്രേ. ആ ഭാവാവേശം കൊണ്ട് ചേരനാടിൻ്റെ ചക്രവർത്തി പറയാണ് രാമായണ കാലത്ത് ഭഗവാന്റെ മാത്രമല്ല സ്വന്തം മകളെ ശ്രീരംഗനാഥന് ഭാര്യയായിട്ട് കല്യാണം കഴിച്ചു കൊടുത്തു. എന്നിട്ട് സ്ത്രീധനത്തോട് കൂടിയിട്ട് കൊണ്ടുപോയിട്ട് ശ്രീരംഗത്ത് കൊണ്ടുവിട്ടാളാ. ഈ കൊടുങ്ങല്ലൂരിൽ ജീവിച്ച് പിന്നെ അവിടുന്ന് അദ്ദേഹം വന്ന് ഒരു പർണശാല കെട്ടി എന്നാ ചക്രവർത്തിയുടെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ച സ്ഥലം ഗുരുവായൂരാണ്.
അപ്പോൾ അദ്ദേഹത്തിനെ പോലുള്ളവർ, ഏകനാഥിനെ പോലുള്ളവർ, ബോധേന്ദ്ര സദ്ഗുരു, നമ്മൾ ഭജന സമ്പ്രദായത്തിൽ ഏറ്റവും ഉയർന്ന മഹാത്മ്യമുള്ള ഒരാളാണ് അദ്ദേഹം. കാഞ്ചി പീഠാധിപതിയായിരുന്നു. കാഞ്ചി പരമാചാര്യ ചന്ദ്രശേഖര സരസ്വതി സ്വാമികൾക്ക് മുമ്പ് കാഞ്ചിയുടെ ലീനിയേജിൽ ഏറ്റവും വലിയ മഹാത്മാവാര ബോധേന്ദ്ര സദ്ഗുരുവാണ്. ശ്രീരാമകർണാമൃതം എഴുതിയത് അദ്ദേഹമാണ്. ഈ ഭാരതീയമായിട്ടുള്ള ഭജന സമ്പ്രദായങ്ങൾ നമ്മുടെ സമ്പ്രദായ ഭജന കൊണ്ടുവരികയും ഭാഗവത ധർമ്മത്തിനെ ഭജന സമ്പ്രദായത്തിലേക്ക് വിനയിപ്പിക്കുകയും ചെയ്ത മഹാത്മാവ് ബോധേന്ദ്രൻ. ശ്രീധരാചാര്യർ ഭാഗവതത്തിന് വ്യാഖ്യാനം എഴുതിയ ശ്രീധരീയം എന്നു പേരുള്ള പ്രസിദ്ധ വ്യാഖ്യാനം എഴുതിയ മഹാത്മാവ്. ഇങ്ങനെയുള്ളവരൊക്കെ ഭാഗവതത്തിനെ മൂർത്തിയായിട്ട് ആരാധിച്ചവരാണ്. ബോധേന്ദ്ര സദ്ഗുരുവിന് നിത്യപൂജ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഭാഗവതത്തിന് പൂജ, ഷോഡശോപചാരങ്ങളോട്ട് അദ്ദേഹം പൂജ കഴിച്ചിരുന്നു. അപ്പം ഭാഗവതം ഭഗവാനാണെന്ന് ബോധ്യമുള്ള എത്രയോ മഹാത്മാക്കൾ നമ്മുടെ ഈ ഭൂമിയിൽ പ്രസിദ്ധരും അറിയപ്പെടാത്തവരും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. പൂജയും അതിനെ വെള്ളിക്കൂട്ടിലും സ്വർണ്ണക്കൂട്ടിൻ്റെ ഉള്ളിൽ അടച്ചു വെച്ച് ജലം തട്ടാത്ത വിധത്തിൽ അടച്ചിട്ട് അതിനെ അഭിഷേകം ചെയ്യുക. ഭാഗവതത്തിന് അഭിഷേകവിധിയുണ്ട്. കാശിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇതിനൊരു പ്രത്യേക വിധി തന്നെയുണ്ട് ഭാഗവതം അഭിഷേകം ചെയ്യുന്നത്. നമുക്ക് പാരായണ വിധി അറിയാം, പൂജാവിധിയും ചിലപ്പോൾ അറിയായിരിക്കും, പക്ഷെ അഭിഷേകത്തിൻ്റെ വിധി കണ്ടിട്ടുണ്ടായില്ല. ശരിക്കും രുദ്രത്തിന് അഭിഷേകം ചെയ്യണ മാതിരി 11 ദ്രവ്യം 12 ദ്രവ്യം 21 ദ്രവ്യം എന്നൊക്കെ പറഞ്ഞ കണക്കിന് അഭിഷേകമുണ്ട് ഭാഗവതത്തിന്. ഭാഗവതത്തിനൊരു മന്ത്രമുണ്ട്, സന്ദർഭവശാൽ പറയുന്നത്. അതിന് പുരസ്ചരണമുണ്ട്, ന്യാസം ധ്യാനം ഋഷിയൊക്കെ ഉണ്ട്. അത് അഷ്ടാക്ഷരമല്ല, ദ്വാദശാക്ഷരമല്ല, അതിനൊരു മന്ത്രമുണ്ട്, അതിനൊരു രൂപമുണ്ട്. നാരായണ കവചത്തിന് ഒരൊറ്റ മന്ത്രമുണ്ട്. നാരായണ കവചത്തിനെ മുഴുവൻ ഒരു മന്ത്രത്തിലാക്കിയിട്ട് ഇത് രണ്ടും ചേർത്താണ് ഉപാസിക്കുക. അപ്പം പറഞ്ഞു, ഞാനിതൊക്കെ എന്തിനാ പറഞ്ഞ വെച്ചാൽ മനസ്സൊന്ന് ഇതാവാനാട്ടോ, ഇതിൻ്റെ അകത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പല സ്ഥലത്ത് കിടക്കണ മനസ്സല്ലേ, അപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞു പോകണമെന്നില്ല. അപ്പോൾ ഈവൻ ചൈതന്യ മഹാപ്രഭു പോലും ഭാഗവതത്തിനെ ഭഗവാനിൽ നിന്ന് വേറിട്ടതായിട്ട്, ഭാഗവതം എന്താ, ഭഗവാനെ കുറിച്ചൊരു ഗ്രന്ഥം എന്നാണ് നമ്മൾ പറയുക അല്ലേ. എന്താ ഭാഗവതം എന്ന് വെച്ചാൽ അത് ഗുരുവായൂരപ്പനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് എന്ന് പറയും. ചൈതന്യ മഹാപ്രഭു പറഞ്ഞ കുറിച്ചല്ല, അത് ഭഗവാനാണെന്നാണ് പറയും. അത്രയും ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഭഗവാൻ പോയിട്ടില്ല, അവിടുന്ന് രൂപാന്തരപ്പെട്ടു, അക്ഷരത്തിൻ്റെ രൂപത്തിൽ വന്നു. ഇത് നല്ലവണ്ണം മനസ്സിലാക്കിയത് കൊണ്ടാണ് ഭട്ടതിരി ഭഗവാന്റെ വൈകുണ്ഠാരോഹണം എഴുതാതെ വിട്ടത്. ഭഗവാൻ പോയിട്ടില്ല, പോയ ആളെ കുറിച്ചല്ല ഇവിടെ പറയുള്ളൂ. ഭഗവാൻ പോയിട്ടില്ല എന്ന് ഭട്ടതിരിയുടെ ഭാഗവതോപാസനയുടെ ചാറാണ് നാരായണീയം. അദ്ദേഹം നടത്തിയ ഭാഗവത സപ്താഹ ശരിക്കും 100 ദിവസം കൊണ്ട് അദ്ദേഹത്തിന് അതിനെ സപ്താഹം എന്ന് വിളിക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ, ശതാഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് നാരായണീയം. അതിൽ അദ്ദേഹം പറയേണ്ടത് പറഞ്ഞു വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഭഗവാന്റെ സ്വർഗാരോഹണം അദ്ദേഹം അനുഭവിക്കുന്നില്ല. കാരണം ഭഗവാൻ അവിടെ ഉണ്ട്, ഭഗവാൻ പോയിട്ടില്ല. അവിടുന്ന് രൂപാന്തരപ്പെട്ടു എന്നാണ് പറഞ്ഞ, അക്ഷരരൂപത്തിൽ ഭാഗവതമായിട്ട് മാറി കലിയുഗത്തിന് വേണ്ടിയിട്ട് അക്ഷരാവതാരായി. അപ്പോൾ പഞ്ചഭൂതാത്മകമായിട്ടുള്ള ശരീരത്തിൽ ദ്വാപരത്തിൽ ജനിച്ച ആള് ദേവകിയുടെ ഗർഭത്തിലാണ് ജനിച്ചത്. അക്ഷരരൂപത്തിൽ വ്യാസഗർഭത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ വ്യാസനാണ് ഗർഭപാത്രം. ആ വ്യാസനും ഭഗവാൻ തന്നെയാണ്. അതാണ് അതിൻ്റെ രസം. അപ്പോൾ ഭഗവാന് ഈ രൂപം എടുത്ത് പുറത്തു വരാൻ സാധിക്കുന്നു. അപ്പോൾ വസുദേവനും ദേവകിയും ഭഗവാന്റെ ശരീരത്തിൻ്റെ ആവിർഭാവത്തിന് നിമിത്തങ്ങളായപ്പോൾ കലിയുഗത്തിൽ ഭഗവാന്റെ അക്ഷരാവതാരത്തിന് വേണ്ടിയിട്ട് വ്യാസമഹർഷി നിമിത്തായി. ഒരാൾ സ്ത്രീയോനിയാണെങ്കിൽ മറ്റേത് ജ്ഞാനയോനി എന്ന് പറയും. അത് യാദൃച്ഛികമായിട്ട് സംഭവിച്ചിട്ടുള്ളതല്ല, അത് ഭഗവാന്റെ വിശേഷ വിധാനമാണ്. കാരണം ശരീരത്തിന് പോലും ലിമിറ്റേഷൻ ഉണ്ട്. ഭഗവാൻ ശരീരമെടുത്താൽ പോലും ആ ശരീരം ഒരു ഘട്ടം വരുമ്പോൾ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചേ പറ്റൂ. കർമ്മം അനുസരിച്ചല്ലോ. അങ്ങനെയുള്ള ഒരാൾ ഞാൻ എൻ്റെ ശരീരം കളയില്ല എന്ന് പറഞ്ഞിട്ടിരിക്കില്ലല്ലോ. എനിക്കറിയാം പല അമ്മമാരും പലരും നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും സോമനാഥത്തിലും ദ്വാരകയിലൊക്കെ പോയിട്ടുള്ളവരാണ്. സോമനാഥത്തിൽ ഭഗവാൻ ശരീരം കളയുന്നതിനൊരു പാറ്റേൺ നമുക്ക് ശരിക്കും സമയമെടുത്ത് നടന്നാൽ മനസ്സിലാവും. യാദവനാശം സംഭവിക്കുന്നത് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ്. ആ ഉച്ച കഴിഞ്ഞൊരു സന്ധ്യാസമയത്തോടു കൂടിയിട്ടാണ് ബലഭദ്രൻ ശരീരം വിടുന്നത്. തൻ്റെ ജ്യേഷ്ഠൻ ശരീരം വിടുന്നത് കണ്ടിട്ട് ഭഗവാൻ അവിടുന്ന് നടന്ന് കുറച്ച് ദൂരം, ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട്
അവിടെയുള്ളൊരു ശിവലിംഗത്തിനെ പൂജിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ആ ഭഗവാൻ അറിയാം എവിടെ നിന്നാണ് തൻ്റെ ശരീരം വിടുന്നതിന് കാരണമാകേണ്ടത്. അവർ ശിവാർച്ചന ആ ശിവലിംഗം ഇന്നും കാണാം നമുക്ക് തലയ്ക്കൽ. ആ മരത്തിൻ്റെ താഴെ ഭഗവാൻ അർച്ചന കഴിഞ്ഞ് ധ്യാനനിഷ്ഠനായിട്ട് വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസ്ത്രം കൊള്ളുന്നത് ത്രിസന്ധ്യ നേരത്താണ്. സന്ധ്യയ്ക്ക് മുറിവുണ്ടായ രക്തം കട്ട പിടിക്കാൻ കഷ്ടമാണ്. ആ വാർന്ന രക്തം ഏകദേശം രാത്രി 2 മണി വരെ രക്തം പോകുന്നു. കാരണം എന്താ വെച്ചാൽ അത് അവിടെ ചെല്ലുമ്പോൾ അവിടെ ചിലവരോടൊക്കെ ചോദിച്ചാൽ അധികം ഇങ്ങനെ സംസാരിക്കാനോ ഇതിനൊന്നും വരാത്ത ചില ആൾക്കാർ അവിടെയൊക്കെ ഇവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ കറക്റ്റായിട്ട് ഇത് പറഞ്ഞു. എനിക്കെന്തോ ഒരു ഭാഗ്യം ഉണ്ടായി ഒരു തവണ. അപ്പോൾ അവിടുന്ന് ആ രക്തം പുരണ്ട ആ കാലും ചവിട്ടി ജരനെ മോക്ഷം കൊടുത്ത് പറഞ്ഞയച്ചതിന് ശേഷം ഭഗവാൻ തിരിച്ച് നടന്നിരിക്കുന്നു ത്രിവേണിയിൽ. തൻ്റെ ജ്യേഷ്ഠൻ ശരീരം ഉപേക്ഷിച്ച സ്ഥലത്തേക്ക് അവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഭഗവാൻ തിരിച്ചു വന്നിട്ടുണ്ട്. കാരണം ഇന്ന് ഭഗവാന്റെ സമാധിസ്ഥാനം ഇരിക്കുന്നത് അസ്ത്രം കൊണ്ട് അവിടുന്ന് 3 കിലോമീറ്റർ പുറത്താണ്. ബലഭദ്രൻ ശരീരം കളഞ്ഞ ഗുഹയുടെ തൊട്ട് പുറത്താണ്. അവിടെ വന്ന് ത്രിവേണിയിൽ കുളിച്ചു ശുദ്ധനായി പുലർച്ചെ 3 മണിയോടെയാണ് ശരീരം വിട്ടിരിക്കുന്നത്. 3 മണിക്ക് ഗുരുവായൂർ നടയിൽ തുറന്നു. അത്രയും സമയമുള്ള ഭഗവാന്റെ ആ ചെയ്തികൾ അല്ലെ പ്രവൃത്തി എന്താണെന്നുള്ളത് ഇന്നും അജ്ഞാതമാണ്. ഭഗവാൻ ശരീരം വിടുന്ന സമയത്തേക്ക് അർജുനൻ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളൂ. അവർ പറയും, അർജുനൻ ഭാഗവതം പറയും ഭഗവാൻ യോഗാഗ്നിയിൽ ദഹിപ്പിച്ചു. അവിടുത്തെ നാട്ടുകാർ പറയും അർജുനൻ 2 കൈയിലും ഭഗവാന്റെ ശരീരം എടുത്തിട്ട് ചന്ദനത്തിൻ്റെ ചെതയിൽ വെച്ചിട്ട് ദഹിപ്പിച്ച സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവർ നമസ്കരിക്കുക. അർജുനൻ പിന്നെ പകുതി മരിച്ചു. അതോടെ അർജുനൻ്റെ മരണം അവിടെ നിന്നാണ് തുടങ്ങണത്. ഭഗവാൻ പോയി പകുതി മരിച്ചു, ദ്രൗപദി വീണു പകുതി മരിച്ചു, പിന്നെ 2 പ്രിയപ്പെട്ട അനിയന്മാർ പോണോട്ട് മുഴുവനും മരിച്ചു. അതുകൊണ്ട് അർജുനൻ മാത്രം ശരീരത്തിനെ എടുത്തെറിഞ്ഞ് ആത്മഹത്യ ചെയ്തു. ബാക്കി എല്ലാ മഹാഭാരത കൃത്യമായിട്ടുള്ള സൂചനയുണ്ട് അർജുനൻ ആത്മഹത്യ ചെയ്തത്. താങ്ങാൻ പറ്റാണ്ട് ചക്രധാര എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് താഴേക്ക് ചാടണം. നമ്മൾ ഇന്നത്തെ മാന പാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ടിബറ്റിലേക്ക് പോണ വഴിയിൽ ദ്രൗപദി വീണ സ്ഥലം വസുധാരയുടെ അവിടെ വെച്ചിട്ട് സഹദേവൻ വീണു. അത് കഴിഞ്ഞ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞാൽ നമുക്കിപ്പോഴും കാണാമല്ലോ വസുധാര വെള്ളച്ചാട്ടം. ഏകദേശം അതിൻ്റെ അടുത്ത് സഹദേവൻ വീണു. അവിടുന്ന് കുറച്ചുകൂടെ ചെന്ന നകുലം വീണു. ചക്രധാരയിൽ വെച്ചിട്ട് അദ്ദേഹവും വീണു. പിന്നെയും യുധിഷ്ഠിരൻ മാത്രം നടന്നിട്ട് സതോപാന്ത് സത്യപദം എന്ന് പറഞ്ഞാൽ മഞ്ഞിൻ്റെ പാടികളുടെ മുകളിൽ കൂടെ കയറി സ്വർഗാരോഹണം നടത്തിയതാണ്. അപ്പം ഭഗവാന്റെ വരവും പോക്കും ചരിത്രത്തിൽ തന്നെ വലിയ 2 പോയിന്റുകളെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ മറ്റൊരു മതത്തിലെ ദേവനെ വെച്ചിട്ടാണ് ചരിത്രം അതിന് മുൻപും പിമ്പും എന്ന് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ ഭാരതീയ ചരിത്രത്തിൽ ഭഗവാന് മുമ്പും ഭഗവാന് പിമ്പെന്നേ ഉള്ളൂ ധർമ്മത്തിൻ്റെ 2 അവസ്ഥകൾ. കൃഷ്ണൻ എന്തിന് അവതരിച്ചു എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു പ്രഭാഷണം ജഗതി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് ചെയ്തപ്പോൾ ഗുരുവായൂരപ്പൻ അറിയാതെ നാക്കുന്നിട്ട ഒരു ഉപമയാണ്. അത് ഞാൻ പല സ്ഥലത്തും പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ശ്രീരാമസ്വാമി ധർമ്മത്തിൻ്റെ ഉദ്യാനം കാട് പിടിച്ച് കിടക്കണ കണ്ടപ്പോൾ അവിടെ ഇവിടെയൊക്കെ വന്ന് അദ്ദേഹം വെട്ടിത്തെളിച്ച് അവിടെയൊക്കെ പുതിയ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് കളയൊക്കെ പറിച്ച് കിടന്നൊക്കെ ഭംഗിയായിട്ട് വെട്ടി ഒതുക്കി 10,000 വർഷം മെയിൻറ്റെയിൻ ചെയ്തിട്ട് കടന്നുപോയി. പക്ഷെ ഭഗവാന്റെ കാലശേഷം അവിടെ വലിയ തോതിലെ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അങ്ങനൊരു ധർമ്മത്തിൻ്റെ ഉദ്യാനം ഉണ്ട് എന്ന് പോലും തിരിച്ചറിയാണ്ടായി ഭാരതത്തിൽ. അപ്പോഴാണ് ഭഗവാന്റെ ജനനം. ഭഗവാൻ ഒരു JCB കൊണ്ടുവന്നിട്ട് ആ മൊത്തം ഉദ്യാനത്തിനെ പൊളിച്ച് കളഞ്ഞിട്ട് പുതിയൊരു ഉദ്യാനം പണിത് വെച്ചിട്ട് കടന്നുപോയി. ബുദ്ധൻ്റെ അവതാരം വരെ 5000 കൊല്ലത്തോളം ഒരു കുഴപ്പമില്ലാണ്ടിരുന്നു. ബുദ്ധൻ്റെ പഠിപ്പിക്കലുകളെ ദുർവ്യാഖ്യാനം ചെയ്തു. നമ്മൾ വേണ്ടടത്ത് ആയുധം എടുക്കാണ്ട് ചോമ്പേരികളായിട്ടിരുന്നു നാടൻ ഭാഷയെ പറഞ്ഞ. അന്ന് തൊട്ട് അലക്സാണ്ടർ തുടങ്ങി സകല ആൾക്കാർ ഇവിടെ കയറി മേയാൻ തുടങ്ങി. ഭഗവാൻ ഇട്ട് തന്ന അടിത്തറ മുഴുവൻ നമ്മൾ തകർത്ത് കളഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഭാരതത്തിൻ്റെ രൂപീകരണത്തിൽ വഹിച്ച പങ്ക് പോലും എത്രമാത്രമാണ് ഇന്നും വെൽ സ്റ്റഡീഡ് അല്ല. ആ ഭഗവാന്റെ ജീവിതത്തിലെ 126 വർഷത്തിൽ വ്യാസമഹർഷിക്ക് സമാധിയിൽ കിട്ടിയ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ ദശമസ്കന്ധത്തിലും ഏകാദശത്തിലും വായിക്കണത്. ഇതൊരു കംപ്ലീറ്റ് ചരിത്രമേ അല്ല. 126 വർഷം ജീവിച്ച ഒരു ബ്രഹ്മശക്തി ഈ ഭൂമിയിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതിന് ആർക്കെങ്കിലും കണക്ക് പറയാൻ പറ്റുമോ? വ്യാസഭഗവാൻ തൻ്റെ കരുണ കൊണ്ട് സമാധി കണ്ടതും എല്ലാം നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സമാധി കണ്ടത് മുഴുവൻ എഴുതി എന്ന് പറയാൻ പറ്റില്ല.
സമാധിയിൽ കണ്ടതിനും തെരഞ്ഞെടുത്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പം എന്തുമാത്രം പ്രവർത്തനം ആ ഭഗവാൻ ചെയ്തിട്ടുണ്ടാവും ഈ ഭൂമിയിൽ എന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു നിറവിലും വിനയത്തിലിരുന്നിട്ട് വേണം നമ്മൾ ദശമസ്കന്ധത്തിനെ സമീപിക്കാൻ. ഭഗവാനെ നമ്മൾ പറഞ്ഞില്ലേ, തെരിഞ്ഞത് കൈയളവ്, തെരിയാതത് കടലളവ് പറയും തമിഴ്. അറിഞ്ഞത് വെറും കൈയിൻ്റെ അളവ് മാത്രം, അറിയാത്തത് കടലളവ്. അതുകൊണ്ട് ഭഗവാന്റെ ജീവിതം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു, ഭഗവാന്റെ യുക്തികളെ ചോദ്യം ചെയ്യുക. നമ്മുടെ കാലഘട്ടത്തിലെ ഫാഷനാണ് കൃഷ്ണനെ കുറ്റം പറയുക, കർണനെ ഗ്ലോറിഫൈ ചെയ്യുക, ദുര്യോധനെ ഗ്ലോറിഫൈ ചെയ്യുക, അല്ലേ, ഏകലവ്യനെ ഗ്ലോറിഫൈ ചെയ്യുക. ഏകലവ്യൻ്റെ വിരല് ദ്രോണന് മുറിച്ചെടുത്തു. ഏകലവ്യൻ എന്നിട്ട് ധർമ്മത്തിൻ്റെ ഒപ്പം നിന്നോ? ഇല്ല. ഏകലവ്യൻ ആരുടെ കൂടെ പിന്നെ നിന്നത്? മഹാഭാരതം വ്യക്തമായിട്ടുള്ള ഉത്തരം തരുന്നുണ്ട്. നമ്മളാരും ഏകലവ്യൻ അവിടുന്ന് പോയതിന് ശേഷം നമുക്കൊക്കെ ഏകലവ്യനോട് ഉള്ളിലൊരു സങ്കടമാണ്. അർജുനന് വേണ്ടി പാർഷ്യാലിറ്റി കാണിച്ചു ദ്രോണരെന്ന. ദ്രോണർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അത് ജാതിയുടെ വിഷയമല്ല, അധർമ്മത്തിലേക്ക് പോകുന്ന മനസ്സുള്ള ഒരാളാണ്, അയാളെ പഠിപ്പിക്കരുത് വിദ്യ തന്നെ ഉറച്ചിട്ട് തന്നെയാണ് ദ്രോണരത് കൊടുക്കാഞ്ഞത്. കാരണം അയാൾ ആരുടെ കൂട്ടാ പിടിച്ചത്? മഹാഭാരതത്തിൻ്റെ അറിയപ്പെടാത്ത ഭാഗങ്ങളിൽ കാണാം, പൗണ്ഡ്രക വാസുദേവൻ്റെ അസിസ്റ്റൻ്റായിരുന്നു. അന്ന് ആരാണ് ഏകലവ്യനെ കൊന്നത്? ഭഗവാനാ കൊന്നത്. ഏകലവ്യൻ്റെ മരണം കൃഷ്ണൻ്റെ കൈകൊണ്ടാ, ചക്രം കൊണ്ട് കൊന്നില്ല. ഒരു വാതിലിൻ്റെ പാളി പറിച്ചെടുത്ത് തലക്കടിച്ച കൊന്നു. കാരണം മോക്ഷം കിട്ടരുതെന്ന് വിചാരിച്ചു. ചക്രം കൊണ്ടാണെങ്കിൽ മോക്ഷമാണ്. ഒരു വാതിലിൻ്റെ കതകിൻ്റെ പാളി പറിച്ചെടുത്തിട്ട് തലക്കടിച്ചിട്ടാണ് ഏകലവ്യനെ കൊല്ലണം. ഞാനിപ്പോൾ ഈ പറഞ്ഞത് തന്നെ നമുക്കത്ര അറിയാത്തൊരു കാര്യമല്ലേ. അങ്ങനെ ഭഗവാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും. ആ എളിമ നമുക്ക് കിട്ടാൻ വേണ്ടി പറയുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഇങ്ങനെ പോണ ദിവസങ്ങളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതൊക്കെ അപ്പം ഇങ്ങനെ പറയാം. അപ്പോൾ ഭഗവാൻ ഈ രൂപത്തിൽ വന്നിട്ടുള്ളതൊരു യാദൃശ്ചികതയല്ല, അത് ദിവ്യമായിട്ടുള്ളൊരു വിധാനമാണ്. ഭഗവാൻ തൻ്റെ ഗർഭപാത്രങ്ങളെ, താൻ ജനിക്കേണ്ട ഗർഭപാത്രങ്ങളെ സ്വയം തിരഞ്ഞെടുക്കും. മഹാദേവൻ ഉമയ്ക്ക് ജീവൻ്റെ രഹസ്യം പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങൾ അനവധിയുണ്ട്. അതിൽ ഒരു തന്ത്രത്തിൽ വിജ്ഞാന ഭൈരവം എന്ന് പറയും, വളരെ പ്രസിദ്ധമായിട്ടുള്ള തന്ത്രഗ്രന്ഥമാണ്, ശൈവത്തിൽ വളരെ പ്രധാനമാണ്. അതിലിത് പറഞ്ഞു കൊടുക്കുന്നത് ഒരു വിഷയമുണ്ട്. അത് മനസ്സിലാക്കിയാലാ ഈ പറഞ്ഞതിൻ്റെ രഹസ്യം മനസ്സിലാക്കുക. നമ്മുടെ വിചാരം എന്താ? ഭഗവാനല്ലേ, അദ്ദേഹത്തിന് എന്താ പറ്റാത്തത്? പക്ഷെ ഭഗവാൻ ഭൂമിയിൽ വരുമ്പോൾ നമ്മളെക്കാളും നന്നായിട്ട് ഈ പ്രകൃതിയുടെ നിയമങ്ങൾ അനുസരിച്ചു. നമുക്കാണ് ഇതെങ്ങനെയാണ് നിയമം തെറ്റിക്കാൻ നമ്മൾ അന്വേഷിച്ചുകൊണ്ടാണ്. ഭഗവാൻ നിയമമേ തെറ്റിക്കും. നോക്കൂ, ബാലിയെ കൊന്നതിൻ്റെ കർമ്മപ്രായശ്ചിത്തം ജരൻ്റെ അസ്ത്രം കൊണ്ട് ഏറ്റുവാങ്ങുന്നു. നമ്മളാണ് ഈ പറയുക അതന്നല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് അതിൻ്റെ എളുപ്പം കണ്ടുപിടിക്കും. ഭഗവാൻ അത് ചെയ്യില്ല. എന്തൊക്കെ താൻ ചെയ്തിട്ടുണ്ടോ അതിൻ്റെ മുഴുവൻ കർമ്മപ്രായശ്ചിത്തം ഭഗവാൻ ചെയ്തിട്ട് പോയിട്ട്. നമ്മളിപ്പോൾ കാലം പരമശോഭനം എന്ന് പറഞ്ഞിട്ട് നാളെ വായിക്കുമ്പോൾ ആ കാലം പരമശോഭനം എന്ന് പറയണമെങ്കിൽ ആ സമയത്ത് ഗ്രഹങ്ങൾ നന്നായിരിക്കണം, അല്ലെങ്കിൽ കാലം നല്ലതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. മഴ നിന്നു, ചന്ദ്രനുദിച്ചു എന്നുള്ളത് മാത്രമല്ല വിഷയം. 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലാണ്. 5 ഗ്രഹം ജാതകത്തിൽ ഭഗവാൻ 5 ഗ്രഹങ്ങൾ ഉച്ചത്തിലാണെങ്കിൽ ഒരു കുഴപ്പമുണ്ടാകും ജാതകത്തിൽ. 7 ശനിയാണ്. ഭാര്യ മൂഢേ. ഞാൻ വഴിയെ പറയാം. മാത്രമല്ല ആയുധം കൊണ്ട് മരണം കൃത്യമായിട്ട് കാണാം. ഇനി ഭഗവാന്റെ ഷഷ്ട്യംശം 60ാമത്തെ അംശക ചക്രം എടുത്തു കഴിഞ്ഞാൽ ആ പൂർവ്വജന്മങ്ങൾ എന്തായിരുന്നു, ഭഗവാന്റെ പൂർവ്വജന്മങ്ങൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു കണക്ക് കിട്ടുമ്പോഴാണ് പരശുരാമൻ വരും, ശ്രീരാമൻ വരും. ഇതൊക്കെ എങ്ങനെ കൃത്യമായിട്ട് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നു. സത്യം പറഞ്ഞാൽ കൃഷ്ണാവതാരത്തിൽ ഭഗവാന്റെ ജാതകം എടുത്തിട്ടൊരു ജ്യോതിഷ സെമിനാർ നടത്തേണ്ടതാണ്. അയ്യപ്പസ്വാമിയുടെ ഇതുമാതിരി ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല രസമാണ്. ശബരിമലയിൽ ഇരിക്കുന്ന അയ്യപ്പൻ്റെ ജാതക ചക്രം എടുത്തു നോക്കി. ഈ ശാസ്ത്രങ്ങളൊക്കെ അവർക്ക് മാത്രം വർക്കാവാണ്ടി നമുക്ക് മാത്രം വർക്കാവണമായി ഇല്ലല്ലോ. അപ്പം ഭഗവാനെ കുറിച്ച് അറിയാനുള്ള, അന്വേഷിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കണ്ടുപിടിച്ച് പോണയാ. അപ്പോഴാണ് മനസ്സിലാവുക എന്തൊരു ജീവിച്ചിരിക്കണം. വേദന മാത്രമുള്ളൊരു ജീവിതം. ഭഗവാനെ ഇങ്ങനെ വേദന ആർക്കും അനുഭവിക്കാൻ പറ്റുക ഗുരുവായൂരപ്പ? നമ്മളിവിടെ കിടന്നിട്ട് പരാതി പറഞ്ഞിട്ട് നേരം കളയുന്നു. ഇങ്ങനെ വേദന അനുഭവിച്ച ഒരാൾ, അവസാനം ശരീരത്തിൻ്റെ വേദന അനുഭവിച്ച ഒരാൾ, ആ വൈകിട്ട് 6 മണി തൊട്ട് പുലർച്ചെ 2:45, 3 മണി വരെയുള്ള സമയത്ത്
മനുഷ്യ ശരീരത്തിലെ മർമ്മസ്ഥാനങ്ങളിൽ ഒന്നിലാണ് അസ്ത്രം തറച്ചു കയറിയിട്ടുള്ളത്. നമ്മൾ ഇംഗ്ലീഷിൽ അതിന് അക്കില്ലസ് ഹീൽ എന്ന് പറയും. ഇലിയഡിൽ പറയുന്നുണ്ട് അക്കില്ലസ് ഹീൽ എന്ന് പറയും. സാധാരണഗതിയിൽ അവിടെ ഒരു ചെറിയ പരിക്ക് പറ്റിയാൽ പോലും ആൾ മരിക്കും വളരെ പെട്ടെന്ന്. ഭഗവാനായതുകൊണ്ട് ഒരുപക്ഷെ അത്രയും നേരം പിടിച്ചു നിന്നതായിരുന്നു. അപ്പൊ ഞാനിത് എന്തിനാ ഇത് പറഞ്ഞതെന്ന് പറഞ്ഞാൽ, മനുഷ്യന്റെ കണ്ണിൽ കൂടെ ഭഗവാനെ നമ്മൾ കാണാൻ ശ്രമിച്ചു കഴിയുമ്പോൾ ഭഗവാന്റെ ലീലകളുടെ മാധുര്യം വർദ്ധിക്കും. അപ്പോഴാ മനസ്സിലാവാൻ, ലീല എന്ന് പറഞ്ഞാൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് നടക്കലല്ല ലീല. ഈ ജീവിതത്തിലെ സകല ദുഃഖങ്ങളും യാതനകളും അതേപോലെ സന്തോഷങ്ങളും വിജയങ്ങളും പരാജയങ്ങളും എല്ലാം തന്നെ അവനവനെ സ്പർശിക്കാതെ ചേമ്പലേന്റെ മുകളിൽ ഓടിക്കളിക്കണ വെള്ളം പോലെ കൊണ്ട് നടക്കാൻ സാധിക്കും. അതാ കണ്ടോ, പ്രകൃതി പോലും കണ്ടോ ഭഗവാന്റെ ചൈതന്യം എന്ന് പറഞ്ഞ ആളാണ്. അത് നമുക്ക് സാധിക്കും, നിനക്കും സാധിക്കും എന്ന് കാണിച്ചു തരാൻ വേണ്ട. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തിനാ ഭൂമിയിൽ വരേണ്ട ആവശ്യം? ആ വൈകുണ്ഠത്തിലിരുന്ന് എന്ന് പറഞ്ഞാൽ നശിക്കാവുന്നവരേ ഉള്ളൂ ഈ ഭൂമിയിലെ അസുരന്മാരും ദുഷ്ടന്മാരും ഉള്ളൂ. അങ്ങനെയുള്ള ഭഗവാന് എന്തിനൊരു ശരീരം എടുത്തു, എന്തിന് അച്ഛനമ്മ യാതന അനുഭവിച്ചു, എന്തിന് എത്രയോ കുട്ടികൾ ആ ഭഗവാന്റെ പേരിൽ മരിച്ചു അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു. എത്രമാത്രം ദുഃഖം അനുഭവിച്ചു ആ ഭഗവാൻ. മഹാഭാരതത്തിൽ ഒരു അപ്പൻഡിക്സ് ഉണ്ട്, നമ്മൾ പറയില്ലേ പാർട്ട് 2. രാമായണത്തിന്റെ അപ്പൻഡിക്സ് എന്താ? ഉത്തര രാമായണമാണ്. മഹാഭാരതത്തിന്റെ അപ്പൻഡിക്സ് ഭാഗവതം എഴുതുന്നതിന് മുന്നേ എഴുതിയതാണ് വ്യാസവാദം. ഹരിവംശം. നോർത്ത് ഇന്ത്യയിലൊക്കെ ഹരിവംശം വീടുകളിൽ വായിക്കും, പുണ്യം വർദ്ധിക്കാൻ. സുഹൃതഹോമം ചെയ്യണതിന് തുല്യമാണ് ഹരിവംശം വായിക്കും. അടുത്ത വർഷം മുതുവറയിൽ ഹരിവംശമാണ്, 12 ദിവസം തീരുമാനിച്ചിട്ടുള്ളൂ. ഭഗവാന്റെ വംശചരിത്രമാണ് ഹരിവംശം എന്ന് പറഞ്ഞാൽ, യാദവ വംശചരിത്രം. സമന്തകത്തിന്റെ ഒക്കെ ശരിക്കുള്ള ഡീറ്റെയിൽഡ് കഥ വരുന്നത് ഹരിവംശത്തിലാണ്. ഹരിവംശം വായിച്ചാൽ മനസ്സിലാവും ഭഗവാന്റെ ഒരു ദിവസം പോലും ജീവിതത്തിൽ നമ്മൾ പറയണ സമാധാനം എന്നൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. രുക്മിണിയെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന രാത്രി, ആദ്യ രാത്രി എന്ന് നമ്മൾ പറയും, മണിയറയില് ഭഗവാൻ വരണതിന് കാത്ത അമ്മ ഇരിക്കുമ്പോൾ ഭഗവാൻ ഒരു ദൂതന്റെ അടുത്ത് ഒരു ചീട്ട് കൊടുത്തയക്കണ, എനിക്ക് ഇന്ന് നിന്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല, 2 കപ്പലുകൾ അപകടത്തിൽപ്പെട്ടിട്ട്. ഭഗവാൻ കച്ചവടക്കാരനായിരുന്നല്ലോ, അതിന്റെ കാര്യം അന്വേഷിക്കാൻ പോണം. കുറെ പേര് കടൽക്ഷോഭത്തിൽ പെട്ടിരിക്കണ കാരണം ഞാനും ജ്യേഷ്ഠനും കൂടെ തുറമുഖത്തേക്ക് പോകണം. കർത്തവ്യനിരതൻ 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 സദാ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ചെയ്തുകൊണ്ടിരുന്ന ആളാ. അതുകൊണ്ടാണല്ലോ ഭാഗവതത്തിൽ ഗർഭത്തിന്റെ ഉള്ളിൽ പരീക്ഷത്തിനെ രക്ഷിക്കണം നമുക്ക് കാണാം. കാരണം ഭാഗവതം യോഗവിദ്യ സമാധി ഭാഷയിൽ എഴുതിയിട്ടുള്ള കഥപടിയായിട്ട് എഴുതാൻ പറ്റില്ല. മഹാഭാരതത്തിൽ പക്ഷെ അങ്ങനെയല്ല, അവിടെ കഥയുണ്ട് എന്നാ യോഗവിദ്യയുണ്ട്. മുഴുവൻ എത്തിയിട്ടില്ല. ഭാഗവതത്തിനെ പോലെ വിടർന്നിട്ടില്ല, മൊട്ടാണ് മഹാഭാരതം. ഭാഗവതം വിടർത്തി. അവിടെ എന്താ പറയണത്? ദ്രൗപദി ബ്രഹ്മാസ്ത്രം കൊണ്ട് കരിഞ്ഞ ഒരു കുട്ടിയാണ് ഉത്തരം പ്രസവിക്കുന്നത്. കരിഞ്ഞു, മരിച്ചിട്ടാ വരുന്നത്, ചാവിള്ളയാ. ആ ചാവിള്ളയെ കൊണ്ടുവന്നിട്ട് പാണ്ഡവ സദസ്സിൽ കൊണ്ടുവന്ന് കിടത്തുക. എന്നിട്ട് ഒരു നോട്ടുണ്ട്. 2 തവണ ദ്രൗപദി പുരുഷന്മാരുടെ മുഖത്തേക്ക് അങ്ങനെ നോക്കിയിട്ടുള്ളൂ. ഒന്നാം വസ്ത്രാക്ഷേപ സമയത്ത്, ഇവിടെ ആരുമില്ല എന്നെ രക്ഷിക്കാന്ന് ചോദിക്കാം. 2ാമത്തെ തവണ ആ ദേവി, ഇതാണോ പാണ്ഡവന്റെ പിൻഗാമി എന്ന് ചോദിച്ചിട്ട് വിരലി കൊണ്ടിട്ടാണ്, ഇതിനു വേണ്ടിയിട്ടാണോ യുദ്ധം ഉണ്ടായതെന്ന് ചോദിക്കും. എന്നിട്ട് 3ാമത്തെ ചോദ്യം, ഈ കുഞ്ഞിനെ ജീവൻ വെപ്പിക്കാൻ ഇവിടെ ശക്തിയുള്ള ആരുമില്ലേ എന്നാണ് 3ാമത്തെ ചോദ്യം. അപ്പോഴാണ് സപ്തർഷികൾ പറയണത്, ജീവിതം മുഴുവൻ അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. അവിടെയാണ് അതിന്റെ ഗ്രേറ്റസ്റ്റ് കിടക്കണത്. ജീവിതം മുഴുവൻ അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിച്ച ഒരാൾ സ്പർശിച്ചാൽ ഈ കുട്ടി എഴുന്നേൽക്കും എന്ന് പറഞ്ഞു കഴിയുമ്പോ പറഞ്ഞിട്ട് അവരൊക്കെ അവരുടെ സീറ്റിൽ തന്നെ ഇരിക്കും. കാരണം അവർക്ക് പോലും ധൈര്യമില്ല. ദ്രൗപദി ഭഗവാൻ ഒന്നും മിണ്ടാതെ എഴുന്നേൽക്കും. കാരണം ദ്രൗപദിക്കറിയാം ജീവിതം മുഴുവൻ അഖണ്ഡ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിട്ടുള്ള ഒരാൾ കൃഷ്ണനാണ്. അത് ഭഗവാന്റെ ഗാർഹസ്ഥ്യം പറയുമ്പോൾ പറയാം. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഭഗവാൻ ഒരു ചെറിയ ഒരു പ്രസംഗം എന്ന് പറയാൻ പറ്റില്ല, 3ഓ 4ഓ വരി പറയും. അത് തന്നോട് തന്നെ പറയണ പോലെയാണ്.
എൻ്റെ ജീവിതത്തിൽ ഞാൻ ധർമ്മത്തിന് വേണ്ടി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ, ഗുരുവായൂരപ്പ വല്ലാത്ത വാക്കുകളാണ് അകത്തുനിന്ന് വരണാണ് ഭഗവാന്റെ. എൻ്റെ അമ്മാവൻ കംസനെ എൻ്റെ അച്ഛനെയും അമ്മയും കാരാഗൃഹത്തിൽ ഇട്ടത് കൊണ്ടോ എൻ്റെ സഹോദരങ്ങളെ അവൻ വധിച്ചത് കൊണ്ടോ അല്ല ഞാൻ വധിച്ചതേ എങ്കിൽ, അതുകൊണ്ടല്ല വന്നത്, ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കംസനെ വധിച്ചതെന്നുണ്ടെങ്കിൽ, അവസാനത്തെ വരികയാണ് ഗുരുവായൂരപ്പ. നമ്മൾ പറയും വെണ്ണ ഇഷ്ടമാണ്, കിങ്ങിണി ഇഷ്ടമാണ്, പട്ട് ഇഷ്ടമാണ്, ഇതൊക്കെ എന്തിഷ്ടമാണ്, നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് സ്വീകരിക്കുന്നത്. അത് മൂപ്പര് സ്വീകരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സന്തോഷം കണ്ട് നമ്മൾ സന്തോഷിക്കാൻ. അവസാനത്തെ വരിയിലാ ഇതുണ്ട്, ഞാൻ ഇന്നേ വരെ ഈ നിമിഷം വരെ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, വ്യാസന്റെ വരികളാണ്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇന്നേ വരെ ഒന്നും ആഗ്രഹിക്കുകയോ ചെയ്യുകയോ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ കുഞ്ഞ് ജീവിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ കാലിലൊന്ന് തൊട്ട് മാറി നിൽക്കുക. ആ സമയത്ത് ആ പെരുവിരലൊന്ന് അനങ്ങാൻ തുടങ്ങും. പരീക്ഷിത്ത് ജീവിക്കണം, അങ്ങനെയാണ്. ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ പരീക്ഷത്തിൻ്റെ അച്ഛനാണ്. വീണ്ടും ജന്മം കൊടുത്തിട്ടുള്ള ആളാണ്. വീണ്ടും ജന്മം കൊടുത്ത അച്ഛൻ്റെ സ്ഥാനമാണ്. അതുകൊണ്ട് പരീക്ഷത്തിന് മാതാവും പിതാവും ഭഗവാനാണ്. അതുകൊണ്ടാണ് പരീക്ഷത്തിനെ തന്നെ പാത്രമാക്കിയിട്ട് നമുക്ക് 7 ദിവസം കൊണ്ട് എങ്ങനെ മരിക്കാൻ പഠിക്കാമെന്ന് പഠിപ്പിച്ചു തന്നു ഭഗവാൻ. 7 ദിവസം കൊണ്ട് എങ്ങനെ മരിക്കാൻ പഠിക്കാന്നുള്ള ക്രാഷ് കോഴ്സാണ് ഭാഗവതം നമുക്ക് തരണത്, അല്ലേ? അപ്പം അതുകൊണ്ട് ഭഗവാൻ ശരീരത്തിന് വേണ്ടിയിട്ട് ദേവകിയുടെ ഗർഭം തിരഞ്ഞെടുത്തു, വാക്കിന് വേണ്ടിയിട്ട് വ്യാസന്റെ ബുദ്ധി തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് നമസ്തു വ്യാസായ വിശാല ബുദ്ധേ എന്ന് നമ്മൾ വിളിക്കണം. കാരണം എന്താ വെച്ചാൽ ആ വിശാല ബുദ്ധിയിൽ മാത്രമേ ബ്രഹ്മതത്വം അക്ഷരരൂപത്തിൽ അല്പമെങ്കിലും സ്ഫുരിക്കുള്ളൂ. വിശാല ശബ്ദത്തിന് മനോഹരമായിട്ടുള്ള മറ്റൊരർത്ഥതലം കൂടിയുണ്ട്. വിശാലം എന്നുള്ളത് തപസ്സിൻ്റെ പരമകാഷ്ഠയാണ്. അതുകൊണ്ടാണ് ബദരിക്ക് ആ പേരുള്ളത്, വിശാൽ, ബദരി വിശാൽ. വ്യാസമഹർഷിയുടെ ഗുഹയിരിക്കണം അവിടെയാണ്. അവിടെ ഇരുന്നിട്ടാണല്ലോ സകലതും എഴുതിയത്. ഈ പറഞ്ഞത് മുഴുവൻ എഴുതിയിട്ടുള്ളത് ആ വ്യാസഗുഹയിൽ ഇരുന്നിട്ടാണ്, അല്ലേ? രണ്ടും നിർമ്മലാണ്. 2 ഗർഭപാത്രങ്ങൾ നിർമ്മലാണ്. സ്ത്രീയുടെ ഗർഭപാത്രമായിട്ടുള്ള ദേവകിയുടെ ഗർഭപാത്രം ശുദ്ധം ദിവ്യമായിട്ടുള്ള ഒരുക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ വ്യാസന്റെ ബുദ്ധി, രണ്ടും ധാർമ്മികമായിട്ടുള്ള പാത്രങ്ങൾ. വ്യാസന്റെ തപസ്, അതേപോലെ തന്നെ അസംതൃപ്തി. ഞാൻ എഴുതിയത് പോരാ, ഞാൻ ഇത്രയും കാലം പഠിപ്പിച്ചത് പോരാ, എന്തോ ഒരു കുറവ് എന്ന് അദ്ദേഹം തപിച്ചുകൊണ്ടിരുന്നില്ല. അതാണ് വ്യാസന്റെ പ്രസവവേദന. കാരണം ഭഗവാൻ ജനിക്കാൻ പോകുന്നതിന് അദ്ദേഹം അനുഭവിച്ച വേദനയാണ്. നാരദൻ വന്നിട്ടത് പ്രേരിപ്പിക്കുമ്പോഴാണ് ഭഗവാന്റെ തേജസ് നിറഞ്ഞിട്ടുള്ള വ്യാസന്റെ തൂലികയെ കൂടെ ഭാഗവതം ജനിക്കുന്നത്, അല്ലേ? ഭഗവതോ ബലേന ഭഗവതോ വീര്യേണ ഭഗവത തേജസ ഭഗവത കർമ്മണ ഭഗവത കർമ്മ കരിഷ്യാമി ഭഗവതോ വാസുദേവസ്യാമി. ഭഗവാന്റെ ബലം കൊണ്ട്, ഭഗവാന്റെ വീര്യം കൊണ്ട്, ഭഗവാന്റെ തേജസ് കൊണ്ട് ഭഗവാൻ ആഗ്രഹിക്കുന്ന കർമ്മം ഭഗവാന്റെ ഉപകരണമായിട്ട് ഞാൻ ഭഗവാന് വേണ്ടിയിട്ട് ഭഗവാന്റെ ഇഷ്ടത്തിന് ചെയ്യണമെന്ന് സമ്പൂർണ്ണ ശരണാഗതിയിൽ വ്യാസന് ജന്മം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഭാഗവതത്തിൻ്റെ എന്താ പറയുക ജനന കഥ എന്ന് പറയുന്നത്. ദേവക്യാം ദേവരൂപേണ ജാതോ മാനുഷതാം ഗത വാസ്യാം ജ്ഞാനരൂപേണ ജാതോ ഗ്രന്ഥസ്വരൂപത. ദേവകിയിൽ അവിടുന്ന് ദിവ്യമായിട്ടുള്ള രൂപത്തിൽ മനുഷ്യനായിട്ട് ജനിച്ചു. വ്യാസനെന്ന് അവിടുന്ന് ജ്ഞാനരൂപത്തിൽ ശാസ്ത്രഗ്രന്ഥമായിട്ട് ജനിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് കൃഷ്ണന് ദേവകി എന്തായിരുന്നോ അതാണ് ഭാഗവതത്തിൽ വ്യാസൻ. 2 പേരും ദിവ്യമാതാക്കൾ, ഒരാൾ രൂപത്തിൻ്റെ, മറ്റാൾ സത്യത്തിൻ്റെ. അതുകൊണ്ട് ഭാഗവതം തുടങ്ങിയിരിക്കുന്നു സത്യം പരം ധീമഹി എന്നുണ്ട്, അവസാനിപ്പിക്കുന്നതും സത്യം പരം ധീമഹി എന്നുണ്ട്. ബ്രഹ്മവിദ്യ പഠിക്കുമ്പോൾ പ്രാചീന കാലത്ത് മഹർഷിമാർ ഇത് എങ്ങനെ കണ്ടെത്തിയത്? അവർ ലാബറട്ടറിയിൽ പോയിട്ട് പിപ്പറ്റും പ്യൂററ്റും ടെസ്റ്റ് ട്യൂബൊന്നും വെച്ചിട്ടോ മറ്റേ വെർണിയർ കാലിപ്പർ വെച്ചിട്ടൊന്നും അല്ലല്ലോ ഭൂമിയെ മെഷർ ചെയ്തത്. അവരകത്തേക്ക് നോക്കിയപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ ഉറങ്ങുമ്പോഴും അഗാധമായിട്ടുള്ള നിദ്രയിൽ പോകുമ്പോഴും സമാധി എന്ന് പറഞ്ഞ അവസ്ഥ അനുഭവിക്കുമ്പോഴും ഒക്കെ ഇടമുറിയാത്ത ധാരമുറിയാത്ത ഒരു ബോധം, ഒരു വസ്തു ഉണ്ട്. അത് ജീവനുള്ളതിൽ മാത്രമല്ല, പർവ്വതങ്ങളാവട്ടെ, കല്ലാവട്ടെ, വെള്ളമാവട്ടെ, സകല വസ്തുക്കളിലും ഇത് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞ് പ്രപഞ്ചത്തിന് നമ്മൾ കാണുന്ന അതിർത്തികളുടെ അപ്പുറത്തേക്ക് തന്നെ ഇത് പരന്നു കിടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ സ്വഭാവം എന്ത് എന്നറിയാൻ അവർക്കൊരു മാർഗം ഉണ്ടായിരുന്നില്ല. അവർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ചുരുങ്ങുന്ന വസ്തുവല്ല, ഇത് വികസിക്കുന്ന വസ്തുവാണ്. ഇന്ന് കാണുന്ന അവസ്ഥയല്ല, നാളെ കുറച്ചുകൂടെ വലുതാവും. എവിടെ ഒരു ചിന്തയായിട്ട് വന്നാൽ
ഒരു ഒരു തോട്ട്, ഒരു ഐഡിയ ആയിട്ട് വന്നാൽ അത് അടുത്ത നിമിഷം അത് അവിടെ കിടന്ന് വളരാൻ തുടങ്ങും. വളർന്നു 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 വളർന്നു. നിങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു കഥകത്ത് ഇത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. സത്യവ്രത രാജാവിൻ്റെ കയ്യിൽ ഒരു ചെറിയ മീൻ കുഞ്ഞായിട്ട് വന്നിട്ട് ആ കമണ്ടലൂരിൻ്റെ ഉള്ളിൽ വീണപ്പോൾ അത് വളർന്നു വലുതായി, പാത്രത്തിലിട്ട ബക്കറ്റിൽ വലുതായി, അവിടുന്ന് വലുതായി 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 അവസാനം കടൽ മുഴുവൻ വലുതായി. ബ്രഹ്മബോധം അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒന്ന് ഗുരുവായൂരപ്പനെ കിട്ടിയാൽ മതി, അത് അവിടെ കിടന്ന് വലുതാവും വലുതാവും വലുതാവും. പിന്നെ കാണുന്ന സകലയിടത്തും ഭഗവാനെ മാത്രം കാണുന്ന അവസ്ഥയിലെത്ര ബ്രഹ്മവിദ്യയുടെ രഹസ്യമാണ് മത്സ്യാവതാര കഥ. അതുകൊണ്ടാണ് അത് ആദ്യം പറയാത്തത്. ഭാഗവതത്തിന്റെ ക്രമത്തിൽ മത്സ്യം കൂർമ്മം പറഞ്ഞിട്ടല്ലല്ലോ വരണത്, പക്വതയ്ക്കനുസരിച്ചിട്ടാണ്. അപ്പം നമ്മൾ ഭാഗവതം മുഴുവൻ പറയായിരുന്നെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ജസ്റ്റ് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഈ മത്സ്യം എന്ന് പറയുന്നത് ആദ്യത്തെ ബ്രഹ്മവിദ്യയുടെ ഫസ്റ്റ് സീഡാണ്. ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു നാമം പൊട്ടുമുണ്ടാവുന്നതാണ്. ആ കൈക്കുഞ്ഞ് കുമ്പിളിലെടുത്തപ്പോൾ ആദ്യം കണ്ട മീൻകുഞ്ഞ് പിന്നെ വളരുകയാണ്. ഭക്തിയിലും ബ്രഹ്മവിദ്യയിലുമുള്ള വളർച്ചയാണ് അത് മുഴുവൻ കാണിക്കുന്നത്. അപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇത് ചുരുങ്ങുകയല്ല ചെയ്യണത്. ഈ ബോധം വികസിക്കുന്നത് കൊണ്ട്, ബൃഹത്താവുന്നത് കൊണ്ട് അവരതിനെ ബ്രഹ്മം എന്ന് വിളിച്ചു. പക്ഷെ ഈ ബ്രഹ്മം ഉണ്ട് എന്നുള്ളത് അപ്പോഴും ഒരു അസംഷനാണ്, ഒരു തോന്നലാണ്. അത് ഉറപ്പിക്കാറായിട്ടില്ല. ഇതിനെ ഇനി പ്രൂവ് ചെയ്യണം. പരീക്ഷണങ്ങളിൽ കൂടെ വേണം പ്രൂവ് ചെയ്യാൻ. നമ്മൾ പറയും, സയൻസിൽ പറയും അതിനെ ഹൈപ്പോത്തസിസ് എന്നാണ് പറയുക. ഒരാശയം വരുന്നു, ആ ആശയം അത് അങ്ങനെ ആകാനാണ് സാധ്യത എന്നേ പറയുന്നത്. അപ്പോൾ ബ്രഹ്മം എന്നുള്ളതൊരു സാധ്യത മാത്രമായിരുന്നു ആദ്യം. അതവർക്ക് പ്രൂവ് ചെയ്യണമായിരുന്നു. പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്തെന്നുള്ളതാണ് ആചാര്യന്മാർ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ പ്രധാന ആൾ മഹാദേവനാട്ടോ. ഈ വിദ്യയുടെ രാജാവ് ഭഗവാനാണ്. ഭഗവാൻ 119 ചക്രങ്ങളിൽ കൂടെയാണ് സാക്ഷാത്കാരം നേടിയത്. നമ്മളിവിടെ 6 ചക്രം വെച്ചിട്ട് കഷ്ടപ്പെടണം. പാട്ടൊക്കെ പാടും, പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാമെന്നൊക്കെ പറയും. ഇവിടെ ഒരു പടി പോലും കടന്നിട്ടില്ല, മൂലാധാരം തന്നെ കടന്നിട്ടില്ല ഇപ്പോഴും. അതുകൊണ്ടാണല്ലോ ഇവിടെ കടന്ന് വലിക്കണത്. അപ്പോൾ 119 ചക്രങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട്. ഈ 119 ചക്രത്തിൽ കൂടി സാക്ഷാത്കാരം കിട്ടിയിട്ടുള്ള ഒരൊറ്റ ആളേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ, അത് മഹാദേവൻ മാത്രമാണ്. ബാക്കി നമ്മുടെ വലിയ വലിയ ഗുരുക്കന്മാരെന്നൊക്കെ പറഞ്ഞവർ ഏറിയ 2 or 3 ചക്ര സാധന ചെയ്ത് വളർത്തിയിട്ടുള്ളൂ എന്നാ പറയാം. അപ്പം അങ്ങനെ ആ ഭഗവാൻ പ്രപഞ്ചത്തിൻ്റെ താളത്തിനെ ആദ്യത്തെ ഒരു ഗുരുനാഥൻ അങ്ങനെ കണ്ടാൽ മതി. ആദ്യ ഗുരു അല്ലെങ്കിൽ ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് ഗുരുനാഥന്മാർ അവർ ചിന്തിച്ചെന്താ, ഇതിനെ എവിടെയാണ് കണ്ടെത്തുക, എങ്ങനെ ഇത് മനസ്സിലാക്കാം എന്ന് ചിന്തിച്ചപ്പോൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഒരു ഗ്രഹത്തിൽ നിന്ന് തട്ടി വരുന്ന രശ്മിയെ പഠിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിലുള്ള എല്ലാ മൂലകങ്ങളെക്കുറിച്ചും പഠിക്കാൻ പറ്റും. ഒരു സാമ്പിൾ എടുത്തിട്ടല്ലേ നമ്മൾ വരണം. ഒരു ട്യൂമർ വന്നു കഴിഞ്ഞാൽ മൊത്തം ശരീരത്തിൻ്റെ ഭാഗം മുറിച്ചുകൊണ്ട് പോകണില്ലല്ലോ. ബയോപ്സിക്ക് എന്താ അയക്കുക, ഏതാനും സെല്ല് ചുരണ്ടി എടുത്തിട്ട് അയക്കും. വായയുടെ ഉള്ളിൽ നിന്ന് ഇതൊക്കെ ചുരണ്ടി എടുത്ത് അയക്കും. അത് വെച്ചിട്ട് പറയും ഈ ശരീരത്തിൽ ഇത്രയും വലിയ രോഗം ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ പിണ്ടാണ്ടത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റിൽ അവർ ശ്രദ്ധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, ഇതിനൊരു താളം ഉണ്ടെന്ന് മനസ്സിലായി. ഒരു താളം, ഈ താളം ഉണ്ട് എന്ന് മനസ്സിലായപ്പോൾ താളത്തിനെ അവർ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങി. ഈ താളത്തിലാണ് ഈ ബോധം നിൽക്കുന്നത്. ബോധത്തിൻ്റെ സ്പന്ദനം, സ്പന്ദിക്കുക, പ്രപഞ്ചത്തിൻ്റെ മിടിപ്പ്. ഈ താളത്തിന് അവരൊരു പേരിട്ടു, ഋതം. അനൃതം സത്യം പരബ്രഹ്മം പുരുഷം കൃഷ്ണപിംഗളം. ഈ ഋതം, ഈ താളം കിട്ടി. താളം കിട്ടിയപ്പോൾ അവർക്ക് മനസ്സിലായി സംഭവം കറക്റ്റാണ്. അപ്പോൾ അങ്ങനെ ഒന്നുണ്ട് എന്ന് ഉറപ്പിച്ചപ്പോൾ അതിന് പേരെന്തായി, സത്യം. അങ്ങനെ ഒന്നുണ്ട് എന്നുള്ള ഉറപ്പാണ് സത്യം. അപ്പോൾ അവർ ഒന്നുകൂടെ ചിന്തിച്ചു, വെറുതെ അങ്ങനെ ഒരു താളം ഉണ്ടാവില്ലല്ലോ, ഈ താളത്തിൻ്റെ പുറകിൽ ചില നിയമങ്ങൾ ഉണ്ടാവണ്ടേ. ഇപ്പം നമ്മൾ പറയില്ല ആദി താളം, രൂപക താളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു കണക്കുണ്ട്. ഈ കണക്ക് എന്താ? ആ കണക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി ധർമ്മം. ധർമ്മമാണ് ഈ ഋതത്തിൻ്റെ അടിസ്ഥാനം. ഈ ഋതം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, താളത്തിനെ നോക്കിക്കൊണ്ടിരുന്നാൽ സത്യവസ്തുവായിട്ടുള്ള ബ്രഹ്മത്തെ എല്ലായിടത്തും വ്യാപിച്ചിട്ടുള്ള സാന്ദ്രാനന്ദ അവബോധമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് തിയറിയാണ്. ഇത് തിയറിയാണ്. ഭട്ടതിരിയും തുടങ്ങുന്നത് തിയറി പറഞ്ഞിട്ട്. ആരോ പണ്ട് പറഞ്ഞത് അദ്ദേഹത്തിന് അറിയാം, അതുകൊണ്ട് പറഞ്ഞു. അത് ശരി. മൂപ്പർ ആദ്യം നിർഗുണമായിട്ട് ആദ്യത്തെ ദശകം പറഞ്ഞു, 2ാമത്തെ ദശകം സഗുണം പറഞ്ഞു. എന്നിട്ടും വേദന അനുഭവിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ പോവുകയാണ് കുറേ ദിവസങ്ങൾ. പക്ഷെ അനുഭവം വന്ന നിമിഷം അദ്ദേഹം അവിടെ നിർത്തി. അത് 100 എന്ന് പറഞ്ഞ് നിർത്താൻ വേണ്ടി നിർത്തിയതല്ല. അദ്ദേഹത്തിന് അനുഭവം വന്നു. 99ാമത്തെ ദശകം കഴിയുമ്പോഴേക്കും വന്നു. അത് 100ാം ദിവസം എഴുതി അങ്ങോട്ട് നിർത്തി. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എഴുതണില്ല.
ആരോഗ്യ സൗഖ്യം പറഞ്ഞ അവിടെ അവസാനിപ്പിച്ചു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി ഒന്നും പറയാനില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ദശമസ്കന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമ്മളൊരു തീർത്ഥത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ആ തീർത്ഥത്തിൻ്റെ മഹിമ കേൾക്കുന്നത്, ഇപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിനെ ഒന്നും അറിയാതെ വന്ന് തൊഴുന്ന എത്രയോ പേരുണ്ട്. എൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഈ അഖിലം മധുരം ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആകെ 2 എപ്പിസോഡേ വന്നിട്ടുള്ളൂ, അല്ല 3 എപ്പിസോഡ്. ആ 3 എപ്പിസോഡ് കണ്ടതിന് ശേഷം നമുക്ക് വരുന്ന മെസ്സേജസ് എത്രയോ വർഷമായിട്ട് ഇവിടെ തൊഴുന്നുണ്ട് വന്നിട്ട് ഇപ്പോഴാണ് കേട്ടോ ഇത് മനസ്സിലായത്. ഇപ്പം കുറച്ചുകൂടെ അറിഞ്ഞു തൊഴാൻ പറ്റുന്നുണ്ടെന്ന് പറയും. അതുപോലെയാണ് മഹാത്മ്യ ശ്രവണം എന്ന് പറയുന്നത്. ഞാൻ ഒരു 15-20 മിനിറ്റ് കൂടെ എടുത്തിട്ട് അവസാനിപ്പിക്കാം. അതുപോലെ ഭാഗവതം ശ്രമിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മാഹാത്മ്യം കേൾക്കുക എന്നുള്ളത് ഒരു പ്രാചീന സമ്പ്രദായമാണ്. നമ്മളിപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ കേട്ടത് പത്മപുരാണത്തിലെ ഭാഗവതത്തിൻ്റെ മഹാത്മ്യമാണ്, എല്ലാവർക്കും അറിയാം. സ്കന്ദപുരാണത്തിലും ഇത്ര തന്നെ ശക്തവും മഹാത്മ്യമുള്ള ഒരു മഹാത്മ്യമുണ്ട് ഭാഗവതത്തിൽ. വളരെ വിശേഷമായിട്ടുള്ള മഹാത്മ്യമാണ് സ്കന്ദപുരാണത്തിലെ ഭാഗവത മഹാത്മ്യം. അതിൽ ദുന്ദുകാരുടെയും ഗോകർണൻ്റെയും കഥയൊന്നുമല്ല, അത് വേറെ കുറേ കാര്യങ്ങളാണ് പറയണത്. അത് ഉപാസിച്ചാലുള്ള ഫലങ്ങളെക്കുറിച്ചൊക്കെ സുബ്രഹ്മണ്യസ്വാമി ലിസ്റ്റ് ഇട്ടിട്ടാണ് അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുക്കുന്നത് സ്കന്ദപുരാണത്തിൽ. നമുക്കറിയാമല്ലോ, സ്കന്ദപുരാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുരാണമാണ്, 81,000 ശ്ലോകമാണ്. അപ്പോൾ ഗോകർണ ദുന്ദുകാരി കഥയിൽ കൂടെ ഗോകർണൻ്റെ ഭക്തി, ആ ദുന്ദുകാരി ആ 7 മുട്ടുള്ള മുളയിൽ അതിരാത്രങ്ങൾ മുഴുവൻ ഊണും ഉറക്കം ഉപേക്ഷിച്ച് കഥ പകല് കേൾക്കുകയും രാത്രി അത് അനുസന്ധാനം ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നു. നമ്മളെപ്പോലെ ഏത് നേരത്താണ് ഉച്ചക്കത്തെ ബ്രേക്ക് വരിക, എപ്പോഴാണ് രാവിലത്തെ ബ്രേക്ക് വരിക എന്നൊന്നും നോക്കാതെ, അല്ലെങ്കിൽ എപ്പോഴാണ് ഉറങ്ങാൻ പറ്റുക, എപ്പോഴാണ് എണീക്കാൻ പറ്റുക നോക്കാതെ ഇരുന്നു കൊണ്ട് ശ്രവണം, മനനം, നിധിധ്യാസനം, ജ്ഞാനസമ്പാദനത്തിൽ അല്ലെങ്കിൽ സാക്ഷാത്കാരത്തിൽ ഇത് 3 ഉപനിഷത്തുകൾ പറഞ്ഞിട്ടുള്ളത്. ഇത് 3 കൃത്യമായിട്ട് അനുഷ്ഠിച്ചുകൊണ്ട് കേൾക്കേണ്ട വാണിയാണ് ഭാഗവതം എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ കാണിച്ചു തരുന്നുണ്ട് ദുന്ദുകാരുടെയും ഗോകർണൻ്റെയും കഥ. വെറുതെ കൽപ്പതരോർ ഗളിതം എന്ന് പറയില്ലല്ലോ, വേദം തന്നെയാണ്. അപ്പോൾ വേദം കേൾക്കണ പോലെ തന്നെ വേണം. വേദം പഠിക്കേണ്ടത് ഇങ്ങനെയാണ്, ശ്രവണം, മനനം, നിധ്യാസനം. അങ്ങനെ തന്നെ വേണം ഭാഗവതം എന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സപ്താഹത്തിൻ്റെ ശ്രവണവിധി പറയണു. അതിപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ കേട്ടു. അതിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ശക്തി എത്രമാത്രം അപാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ മാഹാത്മ്യം വെറുതെ ഒരു ഗ്രന്ഥത്തിനെ, നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പുസ്തകത്തിനെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് പറയല്ല. ഒരു വസ്തുവിൻ്റെ ഉള്ളിലുള്ള ദിവ്യശക്തിയെ, അത് നമുക്ക് നൽകാൻ സാധിക്കുന്ന അനുഗ്രഹത്തിനെ മുൻകൂട്ടി തിരിച്ചറിയല. നാളെ കേട്ടുകൊണ്ട് ഇതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് അറിയണതിന് മുന്നേ തന്നെ നമ്മുടെ മനസ്സിനെ അതിനു വേണ്ടി ഒരുക്കി വയ്ക്കാൻ വേണ്ടിയിട്ട്. ഭാഗവതം വെറും 18,000 ശ്ലോകങ്ങൾ മാത്രമുള്ളൊരു ഗ്രന്ഥമായിട്ടല്ല. അത് ഭഗവാൻ ഭൂമിയിൽ നിന്ന് സ്വധാമത്തിലേക്ക് മടങ്ങിയ സമയത്ത് തൻ്റെ സകല ശക്തിയും ഈ ഗ്രന്ഥത്തിൽ നിക്ഷേപിച്ചു എന്ന് തന്നെ പറഞ്ഞു വയ്ക്കപ്പെട്ടിട്ടൊരു ഗ്രന്ഥമാണ്. ഇമം സ്വനിഗമം ബ്രഹ്മണ്യവേദ്യമതനുഷ്ഠിതം. ഇമം സ്വനിഗമം ബ്രഹ്മണ്യവേദ്യമതനുഷ്ഠിതം. ഭാഗവതം സാക്ഷാൽ ഭഗവാൻ തന്നെ. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറഞ്ഞത് വരി ശ്രീമൽ ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയവഹി എന്നും പറഞ്ഞു വെച്ചു. 12 സ്കന്ധങ്ങളിൽ ദ്വാദശാക്ഷര മന്ത്രത്തിൻ്റെ 12 അക്ഷരങ്ങളാകുന്ന ഓം നമോ ഭഗവതേ വാസുദേവായ, ഈ 12 അക്ഷരങ്ങളിൽ പുടിതമാക്കി വെച്ചുകൊണ്ട് മറ്റനവധി മന്ത്രങ്ങളെ ഘടിപ്പിച്ചുകൊണ്ട് ഭാഗവതം മന്ത്രമയാണ്. അതിനെ വിസ്തരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് അൺഫോർച്ചുനേറ്റ്ലി നമുക്കധികം കിട്ടാനില്ല. കാശിയിലൊക്കെ ചിലവരുടെ കയ്യിലൊക്കെ ഇരിപ്പുണ്ട്. മന്ത്രഭാഗവതം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥത്തിൻ്റെ കുറെ പിന്നിപ്പോയിട്ട് പേജുകളില്ലാത്തൊരു കോപ്പി ഞാൻ കുറെ കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട്. ദേവി മഹാത്മ്യത്തിന് മന്ത്രദേവി മഹാത്മ്യമുണ്ട്, മന്ത്രസപ്തശതി. ദേവി മഹാത്മ്യത്തിൽ ഒരു ശ്ലോകവും നമുക്കറിയണത് കാണില്ല. മുഴുവൻ ഓം എന്ന് കഴിഞ്ഞ് ബീജങ്ങളായിരിക്കും, അനവധി ബീജങ്ങൾ, ഓരോ ചരിത്രവും. ഇതേമാതിരി ബീജാക്ഷരങ്ങൾ മാത്രമായിട്ടുള്ള ഭാഗവതം കണ്ടിട്ടുണ്ട്. അതിൻ്റെ മുഴുവൻ കാണാനുള്ള കോപ്പി കിട്ടിയില്ല, കീറിപ്പറഞ്ഞ് പിന്നെ ഒരവസ്ഥയിൽ കണ്ടിട്ടുണ്ട്. അതും മന്ത്രഭാഗവതമാണത്ര. ഇതിനെ മുഴുവൻ മന്ത്രാക്ഷരങ്ങൾ മാത്രമാക്കിയിട്ട് ചുരുക്കിയിട്ട് ഉപാസനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ 12 സ്കന്ധങ്ങളുള്ളതിൽ പ്രത്യേകമായിട്ട് ഈ ദശമത്തിനും ഏകാദശത്തിനും ദ്വാദശത്തിനും വിശേഷ മഹാത്മ്യച്ച ഈ മനുഷ്യ ജീവിതത്തിൻ്റെ, നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ 3 പരമമായിട്ടുള്ള ലക്ഷ്യങ്ങൾ ഈശ്വരപ്രേമം, ജ്ഞാനം, മുക്തി. ഇത് 3 ക്രമമായിട്ട് ഈ സ്കന്ധങ്ങൾ നമുക്ക് തരുന്നുണ്ട്. ദശമസ്കന്ധം ഈശ്വര പ്രേമം അനുഭവിക്കാനുള്ള സ്കന്ധമാണ്. അതിങ്ങനെ രുചിക്കുക.
ആ പ്രത്യേകിച്ച് ആ വൃന്ദാവനത്തിൽ നിന്ന് പോകുന്നത് വരെയുള്ള കാലം, ഭഗവാന്റെ ബാലലീലകൾ വരുന്ന കാലം അതിനുവേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. മാത്രമല്ല വളരെ താന്ത്രികമാണ്, വൈദികല്ല. ദശമസ്കന്ധത്തിൻ്റെ ആ ഭാഗങ്ങൾ അതിനിഗൂഢ രഹസ്യങ്ങളുള്ള താന്ത്രിക ടെക്സ്റ്റാണ്. പ്രത്യേകിച്ച് ശ്രീചക്രോപാസന ശ്രീവിദ്യയായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുള്ള ഭാഗമാണ്. രാസമണ്ഡലം വരണോട് കൂടിയിട്ട് ചക്രത്തിൻ്റെ ആവരണം പൂർത്തീകരിച്ചു. ശരിക്കും നവാവരണ പൂജ ചെയ്ത ഫലമാണ് ആ രാസക്രീഡ വരെ വായിച്ച് നിർത്തുന്നത്. അതുകൊണ്ടുകൂടിയാണ് ശിവനെ അവിടെ കൊണ്ടുവരുന്നത്. ശിവനെ സ്ത്രീരൂപത്തിൽ അവിടെ എത്തിക്കുന്നത് പല സമ്പ്രദായങ്ങളിലും ഗോപീശ്വരിയായിട്ട് കൊണ്ടുവരുന്നതിൻ്റെ കാരണം തന്നെ ഈ ശ്രീവിദ്യ സമ്പ്രദായത്തിൻ്റെ ശക്തിയാണ്. നമ്മളിവിടെ മുല്ലപ്പൂ ചുറ്റിലെന്ന് പറയില്ലേ കൃഷ്ണാട്ടത്തിൽ, അയടയിൽ കൂടെ അങ്കനാമങ്കനാമങ്കന, അത് ശരിക്ക് തർപ്പണമാണ്. ശ്രീചക്രത്തിലെ തർപ്പണ സമയത്ത് സംഭവിക്കുന്ന ഊർജത്തിൻ്റെ പ്രവാഹം. അതുകൊണ്ട് ശ്രീവിദ്യാക്ഷരങ്ങളോടുകൂടി ഗുരുവായൂരപ്പൻ ശ്രീവിദ്യാമയനാണ്. ഗുരുവായൂർ ക്ഷേത്രം വെറും കൃഷ്ണ പദ്ധതിയോ വൈഷ്ണവ പദ്ധതിയോ അല്ലെങ്കിൽ ശൈവ പദ്ധതിയോ മാത്രമെന്ന് പറയാൻ പറ്റില്ല. പരബ്രഹ്മസ്വരൂപിയാണ് ഭഗവാൻ. അങ്ങനെയുള്ള ഭഗവാനിൽ ശ്രീവിദ്യയുടെ അടിത്തറയിലാണ് ഭഗവാൻ നിൽക്കുന്നത്. ഭഗവാന്റെ മന്ത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എത്രയോ മന്ത്രങ്ങൾ, അത് 70-ലെ തീപിടുത്തം കഴിഞ്ഞിട്ടുള്ള പ്രശ്നചാർത്തിൽ കൊടുങ്ങല്ലൂർ നാണപ്പരമ്പരാന്തിരി നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സമ്പ്രദായങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നതും ഇന്നില്ലാത്തതുമായിട്ടുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാ രേഖകളൊക്കെ എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഗുരുവായൂരപ്പനെ അപ്പം എങ്ങനെ കൊണ്ടാടിയിരുന്നിരിക്കണം ഒരു കാലത്ത്. കാലം മോശമായിരുന്നു ഭഗവാന്. നമ്മുടെ കാലമാണ് ഭഗവാന്റെ ഏറ്റവും നല്ല കാലം. ഞാൻ എപ്പോഴും പറയും ഭഗവാൻ സമാധാനത്തോടിരിക്കുന്ന കാലം. ഇല്ലെങ്കിൽ ആ കുന്നിക്കുരു വെച്ച സ്ഥലത്തൊക്കെ ആൾക്കാരെ വെട്ടിയിട്ട ചരിത്രമാണ്, ശവങ്ങൾ വീണിട്ടുണ്ട്. ടിപ്പു ചെയ്തതിനെക്കാട്ടിലും വലിയ പാതകങ്ങൾ നമ്മൾ ഭഗവാനോട് ചെയ്തിട്ടുണ്ട്. ഭഗവാന്റെ കൊടിമരക്കയർ മുറിക്കുകയും ചത്ത കോഴിയെ കെട്ടിത്തൂക്കുകയും ഒക്കെ ചെയ്ത് ഉത്സവം മുടക്കുകയും നമസ്കാര സദ്യക്ക് ഉണ്ടാക്കിയിട്ട് ഭക്ഷണ സാധനങ്ങൾ തട്ടിമറിക്കുകയും 6 മാസക്കാലം വിളക്ക് പോലും ഇല്ലാണ്ട് ഗുരുവായൂരപ്പനെ ഇതിൻ്റെ ഉള്ളിൽ ഇടുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ അറ്റ്ലീസ്റ്റ് അമ്പലപ്പുഴയിലെങ്കിലും ഭഗവാനൊരു വിളക്ക് കിട്ടിയിരുന്നു. അപ്പോൾ കഴിഞ്ഞ കാലം നോക്കുമ്പോൾ ഭഗവാൻ സന്തോഷമായിട്ടിരിക്കുന്നത് നമ്മുടെ കാലത്താ. ശരി, ഇപ്പോൾ യാതൊരു ആക്രമണങ്ങളും ഇല്ല, ബുദ്ധിമുട്ടുകളും ഇല്ല. ചില അടിച്ചു മാറ്റലുകൾ അതൊക്കെ മൂപ്പർക്ക് സഹജമാണ്. അത് അദ്ദേഹം ഇതിലും വലിയ കള്ളന്മാരെ ജീവിച്ചിരുന്ന കാലത്ത് കണ്ടിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് അതൊരു വിഷയമേ അല്ല. അപ്പം അതുകൊണ്ട് ഭഗവാനെ സ്നേഹിക്കാനുള്ള ഒരു ഭൂമിയിലിരുന്നിട്ട് ഭഗവാനെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന ഒരു സ്കന്ധം പറയുക. അതിനുശേഷം ആ സ്നേഹം ബ്ലൈൻഡാവരുത്. വിവേകാനന്ദ സ്വാമി പറഞ്ഞ മാതിരി ഭക്തി അതിൻ്റെ താഴത്തെ തട്ടുകളിൽ വർഗീയതയാവും എന്ന് പറഞ്ഞു, മതഭ്രാന്താവും. ഭക്തി ഇൻ ഇറ്റ്സ് ലോവർ സ്ട്രാറ്റാസ് ക്യാൻ അമൗണ്ട് ടു ഫനാറ്റിസിസം എന്ന് എഴുതി വെച്ചത്. അടിസ്ഥാനമില്ലാത്ത ഭക്തി, ജ്ഞാനത്തിൻ്റെ സ്പർശമില്ലാത്ത ഭക്തി മതഭ്രാന്താവും. സത്യമാണ്. അത് ഇന്നത്തെ ഭക്തി പ്രസ്ഥാനങ്ങളിലൊക്കെ കാണാം. അവർ ശിവൻ പിശാചാണെന്നും ദേവി പിശാചിനിയാണെന്നൊക്കെ പറയും. കുട്ടികളുടെ അടുത്ത് തൊഴരുത്, ശിവനെ പിശാചാണെന്ന് പഠിപ്പിക്കും, ഗീത മുന്നിൽ വെച്ചിരുന്നിട്ട്. അതിൻ്റെ കാരണം ഇതാണ്, ജ്ഞാനാധിഷ്ഠിതമല്ലാതാവുമ്പോഴാണ്. ജ്ഞാനം മാത്രമാവുമ്പോഴോ ഭക്തിയുടെ ആർദ്രത ഉണ്ടാവില്ല, അപ്പോൾ വരണ്ടു പോകും. അതുകൊണ്ടാണ് ജ്ഞാനം ആദ്യം പറയാതെ പ്രേമത്തിൽ ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം ജ്ഞാനം ഭഗവാൻ തന്നെ പറഞ്ഞത്. ഭാഗവതം ഉപദേശങ്ങളുടെയും കൂടെ വലിയൊരു ഘോഷയാത്രയാണ്. അനവധി ഉപദേശങ്ങളുണ്ടല്ലേ. ഭീഷ്മരുടെ സ്തുതി തന്നെ ഒരു ശരിക്കു നോക്കിയൊരു ഉപദേശമാണ്. വിതുരമൈത്രേയ സംവാദമാണെങ്കിലും യുധിഷ്ഠിര നാരദ സംവാദമാണെങ്കിലും ഭഗവാൻ തന്നെ പല സ്ഥലങ്ങളിലും സൂചനകൾ കൊടുത്തു പോകുന്നതും വൃത്രനും ഇന്ദ്രനും തമ്മിലുള്ള സംഭാഷണം പോലും ഉപദേശമായിട്ട് കാണേണ്ടതാണ്. നാരായണ കവച ഉപദേശമാണ്. എത്രയോ ഉപദേശങ്ങൾ. നീമിനാരുടെ എന്താ പറയുക, ഈ നവനാരായണന്മാരുമായിട്ടുള്ള നവയോഗികളുമായിട്ടുള്ള സംവാദം ഒക്കെ പറഞ്ഞാലും അവസാനം കൊണ്ടിട്ട് ഒരു ക്രൗൺ ജ്വൽ വെക്കുന്നത് പോലെ, ഒരു കിരീടം വെക്കണത് പോലെ ഭഗവാനെ കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ടാണ് വ്യാസമഹർഷി അത് കൺക്ലൂഡ് ചെയ്യുന്നത്. ഉദ്ധവനെ നിമിത്താക്കി ഭഗവാൻ ഞാൻ മനസ്സിലാക്കിയതുമല്ല ഞാനായിട്ട് പറയണ. ഭഗവാന്റെ വിനയം അവിടെയാണ് കിടക്കുന്നത്. ഗീതയിലും ആ സൂചനയുണ്ട്, ഭാഗവതത്തിലും ആ സൂചനയുണ്ട്. ഇതൊന്നും ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് സ്വയം സിദ്ധാന്തിച്ച് പറയണതല്ല. ഞാൻ ഇതിനെ പൂർവാചാര്യന്മാർ പറഞ്ഞിട്ടുള്ളതിനെ കാച്ചിക്കുറുക്കി പറഞ്ഞു തരികയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഭഗവാൻ ഗുരുപരമ്പരകളെ പിടിവിടുന്നില്ല എന്നുള്ളതാണ് അവിടെ. അതുകൊണ്ടാണ് 24 ഗുരുക്കന്മാരുടെ കഥയിൽ അത് ദത്താത്രേയനിൽ ബന്ധിച്ചിരിക്കണം.
ഹംസഗീതയിൽ അവിടെ എന്താ പറയുക, ശ്രുതിഗീതയിൽ വേദങ്ങളെ, ഭിക്ഷുഗീതയിൽ ഭിക്ഷുവിനെ മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. പരമ്പരകളെ മാനിക്കുന്ന മഹാഗുരുനാഥൻ ഗുരുവായൂരപ്പൻ എന്ന് പറഞ്ഞാൽ അതാണ് ഗുരുക്കന്മാരുടെ ഗുരുനാഥനായിട്ടിരിക്കണവൻ. ആ ഭഗവാൻ എത്രമാത്രം ഗുരുസ്മരണ ചെയ്യണോ എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ചില പാരമ്പര്യങ്ങളിൽ സാന്ദീപനിയുടെ കയ്യിൽ നിന്ന് ഭഗവാൻ പഠിച്ചു എന്ന് പറയുന്നത് പോലെ തന്നെ ഉപമന്യു മഹർഷിയും ഭഗവാന്റെ ഗുരുനാഥനാണ്, ദത്താത്രേയനും ഭഗവാന്റെ ഗുരുനാഥനാണ്. അത് സംശയം തോന്നായില്ല. കാരണം ഏകാദശം വായിച്ചാൽ ഭഗവാന്റെ ഗുരുനാഥനല്ലേ ദത്താത്രേയൻ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം ദത്താത്രേയൻ അനുശാസിച്ച ജീവിതക്രമം ഭൂമണ്ഡലത്തിൽ ജീവിച്ചു കാണിച്ച ഒരാളേ ഉള്ളൂ, അത് കൃഷ്ണനാണ്. ത്രിപുരാരഹസ്യം എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ ഈ ത്രിപുരാരഹസ്യത്തിൽ പറയണത് പോലെ ഈ ലോകത്തിൽ ആരാ ലൗകികം ജീവിച്ചത് എന്ന് ചോദിച്ചാൽ ഒറ്റ ആളെ കാണിക്കാൻ പറ്റും. ലളിതോഖ്യാനം പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, ലളിതയെ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് ഭൂമിയിൽ ജീവിച്ച് കാണിച്ച ഒറ്റ ആളേ ഉള്ളൂ, ഇത് ഭഗവാനാണ്. ഭഗവാന്റെ ജീവിതം എടുത്തിട്ട് ആ നാരദ മഹർഷി കാണുന്ന ആ ഗാർഹസ്ഥ്യത്തിൻ്റെ വർണ്ണന എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് ലളിതാക്രമമാണോ പറയണത്, അല്ലെങ്കിൽ ത്രിപുരാരഹസ്യമാണോ പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ സ്രോതസ് എന്തായിരിക്കണം? ദത്താത്രേയനായിരിക്കും. ദത്താത്രേയനും ഗുരുവായൂരപ്പൻ തന്നെയാണ്. അപ്പം ഭഗവാന്റെ ഗുരുനാഥൻ്റെ സ്ഥാനത്ത് ഇവർ രണ്ടുപേരെയും മറ്റ് പദ്ധതികളിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാനിൽ ലയിക്കാൻ ഉള്ള ഫൗണ്ടേഷൻ ഇട്ട് തരുള്ളൂ. ഏകാദശം ദ്വാദശത്തിൽ ഭഗവാനിൽ ലയിക്കാൻ നമ്മളെ പഠിപ്പിക്കുന്നു. അതിൻ്റെ ആ പരിസമാപ്തിയിൽ എത്തിക്കുന്നു. അതിനുള്ള ഏറ്റവും എളുപ്പമാർഗമായിട്ടുള്ള നാമജപത്തിൻ്റെ മഹിമ കൂടെ പറഞ്ഞ് അവിടെ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് ദശമസ്കന്ധത്തിൻ്റെ മാഹാത്മ്യം ഏത് വാക്കിലാ ഒതുക്കാന്ന് ചോദിച്ചാൽ പറയാൻ പറ്റില്ല. ആ പേര് തന്നെയാണ് മാധുര്യം. ദേവകി ഗർഭത്തിലെ അവതരണവും ഗോകുലത്തിലെ ജനനോത്സവവും യശോദയുടെ വാത്സല്യവും വെണ്ണകട്ട് തിന്നണ ബാലലീലയും അതേമാതിരി കലിംഗനർത്തനം എന്ന് പ്രസിദ്ധമായിട്ടുള്ള കാളിയമർദ്ദനവും ഗോവർദ്ധനോദ്ധാരണവും രാസക്രീഡയും കംസവധവും രുക്മിണി കല്യാണവും, ഇങ്ങനെ ഓരോ ലീലയും ഭക്തഹൃദയങ്ങളിൽ പ്രേമമാണ് നിറയ്ക്കണത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ലോജിക്കലി തിങ്ക് ചെയ്യാനുള്ള സ്ഥലമല്ല ദശമസ്കന്ധം. യുക്തി ഉപയോഗിക്കാനേ പാടില്ല. അവിടെ യുക്തിക്ക് സ്ഥാനമില്ല. രുചിക്കുക 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 രുചിക്കുക. നല്ല ഐസ്ക്രീം കിട്ടിയാൽ ഈ ഐസ്ക്രീം ആരുണ്ടാക്കി, എങ്ങനെ ഉണ്ടാക്കി, ഇതിൻ്റെ വില എന്താ, ഇതിലിട്ടിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ കളറാണോ, ഇതൊക്കെ ചോദിക്കാതെ നിൽക്കണവന് ഐസ്ക്രീം ആസ്വദിച്ച് തിന്നാൻ പറ്റില്ല. അതുപോലെ യുക്തിയുടെ കണ്ണിൽ ഒരിക്കലും ദശമസ്കന്ധത്തിനെ സമീപിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കഥാകഥനായിട്ട് തന്നെ കഥ പറയണ ആ പ്രേമം എന്താണോ അതിൻ്റെ ചാറൽപ്പെങ്കിലും എടുക്കാൻ പറ്റണ മാതിരി നമുക്കതിനെ നാളെ മുതൽക്ക് സമീപിക്കാം. ഇതിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താ വെച്ചാൽ മറ്റ് പല പുരാണങ്ങൾ, ഈവൻ ഭഗവാനുമായി ബന്ധപ്പെട്ട പുരാണങ്ങളിൽ പോലും, ഹരിവംശത്തിൽ പോലും ഭഗവാനെ കുറച്ചൊരു ഭയത്തോടെയും ഒരു ആരാധനയോടുകൂടിയൊക്കെ സമീപിക്കാനാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ ദശമസ്കന്ധം അതല്ല ചെയ്യണത്. റൈറ്റ് ഫ്രം ബിഗിനിങ് നമുക്ക് ചെന്ന് വാരിയെടുക്കാവുന്ന ഒരു കൊച്ചു കുഞ്ഞായിട്ട് ആക്സസിബിളായിട്ട് ഈശ്വരനെ ആക്സസിബിൾ ആക്കണം. നമ്മുടെ കാലഘട്ടം പറഞ്ഞാൽ നമ്മുടെയും ഈശ്വരൻ്റെ ഇടയിൽ അനവധി ഇടനിലക്കാരാണ്. ഉപദേശിക്കാൻ ആൾക്കാർ, പൂജ കഴിക്കാൻ ആൾക്കാർ, എല്ലാത്തിനും ഇടനിലക്കാരായിട്ടുള്ള ഒരു കാലഘട്ടം ഉള്ള ഒരു സമയത്ത് ആ കാലത്ത് വ്യാസമഹർഷി ഭഗവാനെ നമ്മുടെ മടിയിലെടുത്ത് വെച്ച് തരാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കണം. മാത്രമല്ല വളരെ മണ്ടേനായിട്ടുള്ള, വളരെ നോർമലായിട്ടുള്ള, സിമ്പിളായിട്ടുള്ള കാര്യങ്ങളിൽ കൂടെയാണ് പറഞ്ഞു തരുന്നത്. സ്വന്തം വളർത്തമ്മ പിടിച്ചിട്ട് ഒരല് കെട്ടിയിടുക, അല്ലേ? ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പുരന്ദരാസം പറഞ്ഞ മാതിരി ജഗതോദ്ധാരണ അടിസിതള യശോദ എന്നാണ് പറഞ്ഞു. ജഗത്തിനെ ഉദ്ധരിക്കണവൻ്റെ കൂടെ യശോദ പൊടിമണ്ണിൽ കളിക്കണു എന്ന് പറഞ്ഞിരിക്കണു, അല്ലേ? ഗോപികമാർ ഭഗവാന്റെ അടുത്ത് പോയിട്ട് ഏതോ ഒരു സുഹൃത്തിനോടെന്ന മാതിരി പിണങ്ങണു, അല്ലെങ്കിൽ കാമുകനോടെന്ന മാതിരി പിണങ്ങണു, കലഹിക്കണു, പ്രണയിക്കണു. അവിടെ ഭഗവാൻ ദൂരെയുള്ള ഒരാളെയല്ല, വീട്ടിലൊരാൾ, സ്വന്തം ഒരാൾ, കൂട്ടുകാരൻ, പ്രിയതമൻ. ഗുരുവായൂരപ്പൻ ഇങ്ങനെയാണ് ആക്സസിബിൾ ആവുന്നത്. അതുകൊണ്ടാണ് അകത്ത പൂജ മുഴുവൻ ആ പരബ്രഹ്മമായിട്ടുള്ള നാരായണനായിട്ട് പോലും ഉണ്ണീന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ ഓടി വരണം. ഈ ആക്സസിബിലിറ്റി ഉണ്ടാക്കി തന്നത് പൂന്താനാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഭക്തൻ വിചാരിച്ചാൽ ഭഗവാന്റെ ആധാർ കാർഡ് മാറ്റാൻ പറ്റുന്നു. ഇന്നും മന്ത്രങ്ങൾ മുഴുവൻ ആ പരബ്രഹ്മത്തിനാണ്. പക്ഷേ കണ്ണാന്ന് വിളിച്ച ഓടി വരണില്ലേ? അതിലേക്ക് എത്തിച്ചത് പൂന്താനാണ് ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതുകൊണ്ട് ഗൃഹസ്ഥഭക്തൻ്റെ മാഹാത്മ്യമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദശമസ്കന്ധം. ഗൃഹസ്ഥനുള്ളതാണ് ദശമസ്കന്ധം. കാട്ടിലേക്ക് പോയിട്ട് തപസ് ചെയ്യാൻ കഴിയാത്ത ആൾക്കാർക്ക് കുടുംബത്തിൻ്റെ നടുക്ക് നിന്ന് ഒരമ്മയായി, ഒരു അച്ഛനായി, ഒരു കൂടപ്പുറപ്പായി, ഒരു കൂട്ടുകാരനായി, അല്ലേ, ഭഗവാനെ സ്നേഹിക്കാൻ ഈ സ്കന്ധം പഠിപ്പിക്കുന്നുണ്ട്.
നന്ദഗോപനും യശോദയും വസുദേവരും ദേവകിയും ഇവരൊക്കെ ഗൃഹസ്ഥരാണ്. ആരും ഇതിൽ ഗൃഹസ്ഥരല്ലാത്തവരില്ല. ആരും സന്യാസിമാരല്ല. അവരുടെ വാത്സല്യം, അവരുടെ പ്രേമം, അതാണ് ഭഗവാനെ ബന്ധിക്കുന്നത്. ഇവിടെ ദശമസ്കന്ധം കേൾക്കുമ്പോൾ തന്നെ ഹൃദയം ഉരുകും, കണ്ണ് നിറയും. അതുകൊണ്ട് നാണം കൈവിട്ട് കൂപ്പി സ്തുതിക്കാനും കണ്ണ് നിറഞ്ഞൊഴുകാനും ഹൃദയം ദ്രവിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, ഉരുകാൻ വേണ്ടി കേൾക്കേണ്ടതാണ് ദശമസ്കന്ധം. ഉരുകാതെ ആണെങ്കിൽ കഷ്ടമാണ്. ഞാൻ പെരിയപുരാണം പറയുമ്പോൾ പറയും, മാണിക്യവാസകരുടെ തിരുവാസകം കേട്ടിട്ട് ഉരുകാത്ത മനസ്സുണ്ടെങ്കിൽ അത് കല്ലാണെന്ന്. മാണിക്യവാസകരുടെ തിരുവാസകം കേട്ടിട്ട് ഉരുകണില്ല എന്നുണ്ടെങ്കിൽ അത് കല്ലാന്ന്. വൈഷ്ണവായിട്ട് പറയുകയാണെങ്കിൽ ഭാഗവതത്തിലെ ദശമസ്കന്ധം കേട്ടിട്ട് ഉരുകാത്ത മനസ്സാണെങ്കിൽ അത് കല്ലാണ്, അത് ഉറപ്പാണ്. കാരണം കണ്ണീരാണ് അതിൻ്റെ മഹാത്മ്യം, ആനന്ദാശ്രുവാണ് അതിൻ്റെ ബാഹ്യലക്ഷണം. കഠിനമായിട്ടുള്ള ഹൃദയത്തിൽ ഭക്തി ഒരിക്കലും വേരൊന്നുമില്ല. ഉരുകിയ ഹൃദയത്തിൽ ഭഗവാൻ ഇറങ്ങി വരും. സ്വർണത്തിനെ ചുട്ട് പഴുപ്പിക്കുകയല്ല, ഉരുക്കി വെള്ളം പോലെയാണ്. അപ്പോഴേ അത് മൂശയിൽ ഒഴിച്ച് ഭഗവാന്റെ വിഗ്രഹം പണിയാൻ നമുക്ക് പറ്റുള്ളൂ. അങ്ങനെ ഹൃദയത്തെ മാറ്റണ വിദ്യയാണത്. ദശമസ്കന്ധത്തിൽ ഭഗവാനെ കണ്ടും സ്നേഹിച്ചും പഠിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ എന്താ പഠിപ്പിക്കണമെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ഏകാദശത്തിലേക്ക് ചെല്ലുള്ളൂ. ഭഗവാന്റെ വിടവാങ്ങൽ സന്ദേശം തന്നെ പറയാം. ഒരച്ഛൻ ഒരുപക്ഷെ ഈ ലോകം വിടുന്നതിന് മുമ്പ് മക്കളെയൊക്കെ അടുത്ത് വിളിച്ചിട്ട് അവസാനത്തൊരു ഉപദേശം കൊടുക്കും. അതുപോലെ കൊടുക്കുന്ന ഒരു ഉപദേശം പോലെയാണ് പലപ്പോഴും തോന്നുക. ഭഗവാന്റെ കരുണ, സ്നേഹം അല്ലേ, 31 അധ്യായങ്ങളുള്ള സ്കന്ധത്തിൽ അതിൻ്റെ ഹൃദയമായിട്ട് ഉദ്ധവഗീത നിൽക്കുന്നു. കുരുക്ഷേത്രത്തിൽ അർജുനന് ഭഗവത്ഗീത കൊടുത്ത അതേ ഭഗവാൻ, അനുഗീതയും ഉത്തരഗീതയും കൊടുത്ത അതേ ഭഗവാൻ, പ്രിയ ശിഷ്യനും സഖാവുമായിട്ടുള്ള ബുദ്ധിസത്തവനായിട്ടുള്ള ഉദ്ധവന് കൊടുക്കണ അന്തിമോപദേശം. ഭഗവാന്റെ രൂപത്തിൽ കുടുങ്ങിക്കിടക്കണ ഉദ്ധവനെ ആ രൂപത്തിലുള്ള അറ്റാച്ച്മെന്റ് പോലും പൊളിച്ചു കളയാൻ വേണ്ടി തന്നിൽ നിന്ന് പറിച്ചു കളയും. എന്നിട്ടും സാധിക്കുന്നില്ല. എന്തെങ്കിലും ഒന്ന് വേണം എന്ന് പറയുമ്പോൾ ആ മെതിയടി കൊടുക്കണം, അതും കൊടുത്ത് പറഞ്ഞേക്കണം. അങ്ങനെ ഭഗവത്ഗീത യുദ്ധഭൂമിയിലെ ഗീതയാണെങ്കിൽ ഉദ്ധവഗീത വിടവാങ്ങലിൻ്റെ ഗീതയാണ്. ഭഗവാൻ അവധൂതോപഖ്യാനത്തിൽ 24 ഗുരുക്കന്മാരുടെ കഥ, ഭൂമി, വായു, ആകാശം, ജലം, അഗ്നി, സൂര്യൻ, കടൽ, തേനീച്ച, മാൻ, മത്സ്യം, പ്രകൃതിയിലെ സകല വസ്തുക്കളിൽ നിന്നും ഒരവധൂതൻ ജ്ഞാനം സ്വീകരിച്ചു എന്ന് പറഞ്ഞിട്ട് ഗുരു എല്ലായിടത്തും ഉണ്ട്. കാട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ജീവിതത്തിൻ്റെ നടുക്ക് നിന്ന് തുറന്ന കണ്ണോടെ നോക്കിയാൽ ഓരോ അനുഭവം ഒരു പാഠമാണ്. ഇത്ര ധീരമായിട്ട് ഉദ്ഘോഷിച്ചിട്ടുള്ള ഒരാൾ ഈ ഭൂമണ്ഡലത്തിൽ ജീവിച്ചിരുന്നിട്ടുണ്ടോ? മനുഷ്യന്റെ മനസ്സുകളെ ഇത്ര നന്നാക്കി മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ഈ മണ്ണിൽ നടന്നിട്ടില്ല പറയും ഭഗവാനെ കുറിച്ചിട്ട്. ഭഗവത്ഗീത വായിച്ചാൽ, ഉദ്ധവഗീത വായിച്ചാൽ മനസ്സിലാവും ഗുരുത്വം എന്നാൽ എന്താണെന്ന് ഇത്ര ഭംഗിയായിട്ട് പറഞ്ഞു തന്ന ഒരാൾ ഈ ഭൂമണ്ഡലത്തിൽ വേറെ നടന്നിട്ടില്ല. അതുകൊണ്ട് ഏകാദശത്തിൻ്റെ അകത്ത് ഭഗവാൻ എല്ലാം വെച്ചിരിക്കുന്നു. ഈ പറയുന്ന പ്രകൃതിയിലെ ജീവജാലങ്ങളിൽ നിന്ന് പഠിക്കുന്ന തത്വം പറഞ്ഞിരിക്കുന്നു. ഹംസഗീതം വെച്ചിരിക്കുന്നു. സനകാദി മഹർഷിമാർക്ക് കൂടസ്ഥന്മാരെന്ന് പറയും. അവരെ കൂടസ്ഥ ചൈതന്യങ്ങളെ പറയും. ആത്മസ്വരൂപികൾ അവർക്ക് കളങ്കില്ല. അവർക്ക് മാത്രം ഈ പടി 6 കടന്ന് ചെല്ലാൻ പറ്റുക. 7ാമത്തെ പടി ഇവിടെ എത്തിയപ്പോൾ അവിടെയും അഹങ്കാരവും മമതയും നിന്നിട്ട് അവരെ തടഞ്ഞു. നിങ്ങൾ വസ്ത്രം ധരിച്ചിട്ടില്ല. അവർ 5 വയസ്സ് പ്രായമുള്ള കുട്ടികളാണ്, കോണം കൊടുത്തിട്ടാണ് നടക്കുക. അപ്പം അവർ ചോദിച്ചു, ഈ വിശുദ്ധി ചക്രവും കഴിഞ്ഞാൽ ആജ്ഞയും കടന്നിട്ടും നിങ്ങൾക്ക് മോഹവും മമതയും അഹങ്കാരമോ? പോയി ഭൂമിയിൽ പോയിട്ട് ജനിച്ചിട്ട് 3 പ്രാവശ്യം ജനിച്ചിട്ട് വരാനാണ്. അതുകൊണ്ടാണ് അവർ ജനിച്ചത്. ജയനും വിജയനും ഭൂമിയിൽ വരാനുള്ള കാരണം തന്നെ അതാണ്. അഹങ്കാരവും മമതയും പ്രോസസ്ഡ് ആയിട്ടില്ല. ഇത്രയും വലിയ യോഗാഭ്യാസമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ഭഗവാന്റെ കൈകൊണ്ട് മരിച്ച്, അതായത് ശുദ്ധീകരിക്കപ്പെടാനായിട്ട് ലൗകികത്തിലേക്ക് ഇറങ്ങി വരേണ്ടി വരും എന്ന് പഠിപ്പിക്കലാണ് ഈ അവതാര കഥകളുടെ മുഴുവൻ ലക്ഷ്യം. ഇതിൻ്റെ മുഴുവൻ ഒരു ഹൈ പരിസമാപ്തി നമുക്ക് ദശമത്തിൽ കാണാം. അതിനുശേഷം എന്തു പഠിച്ചു ഇത്ര നേരം അനുഭവിച്ച ആനന്ദത്തിൽ നിന്ന് ചോദിക്കാൻ നമുക്ക് അവസരം ഉണ്ടാക്കി തരികയാണ്. അവിടെ ഹംസത്തിൻ്റെ രൂപത്തിൽ സനകാദികൾക്ക് ഉപദേശം കൊടുക്കണം, അത്രയും കട്ടിയായിട്ട് പറഞ്ഞു കൊടുക്കണം. അവിടെ ഭാഗവത ധർമ്മം എന്ന് പറയുന്ന ഭക്തിയുടെ പരമമായിട്ടുള്ള പാത നല്ല ക്ലിയറായിട്ട് വിശദമാക്കി കൊടുക്കണം. നവവിധ ഭക്തിയുടെ ശ്രവണവും കീർത്തനവും സ്മരണം തുടങ്ങിയവിടെയൊക്കെ വിസ്തരിച്ചിട്ടുള്ള ചർച്ച വരുന്നത് ഏകാദശത്തിലാണ്. ഗൃഹസ്ഥന്, നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് ഏകാദശത്തിൻ്റെ മഹാത്മ്യം തന്നെ ഇതാണ്. നമ്മൾ പണ്ഡിതനാകണ്ട, മഹായോഗിയാകണ്ട. ഭഗവാൻ ഉദ്ധവൻ്റെ അടുത്ത് പറഞ്ഞു, എല്ലാ യോഗവും ജ്ഞാനവും വൈരാഗ്യവും ചെയ്യാൻ കഴിയാത്തതൊക്കെ ശുദ്ധമായിട്ടുള്ള ഭക്തിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ സാധിക്കും.
കുടുംബജീവിതത്തിൻ്റെ ഇടയ്ക്ക്, കടമകൾ നിറവേറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഹൃദയത്തിൽ ഭഗവാനെ വെച്ച് ഓരോ കർമ്മവും ഭഗവാൻ അർപ്പിച്ച് നിരന്തര സ്മരണയോട് കൂടിയിട്ട് ചെയ്താൽ ഉദ്ധവ അത് തന്നെയാണ് പരമമായിട്ടുള്ള യോഗമെന്ന് ഗൃഹസ്ഥനായിട്ടുള്ള ത്രിലോകീ ഗൃഹസ്ഥനായിട്ടുള്ള ഭഗവാൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരും. അതുകൊണ്ട് ഒളിച്ചോടാൻ ഭഗവാൻ പറഞ്ഞിട്ടില്ല. സ്കന്ധത്തിൻ്റെ അമൃത് തന്നെ അതാണ്. ദ്വാദശത്തിൽ യജ്ഞം പൂർത്തിയാവണം. യജ്ഞം പൂർത്തിയാവണം എങ്ങനെയാണ്? പൂർണ്ണാഹുതിയോട് കൂടിയിട്ടാണ് ഓരോ യജ്ഞവും പൂർത്തിയാവുക. ദ്വാദശ സ്കന്ധം ഭാഗവത യജ്ഞത്തിൻ്റെ പൂർണ്ണാഹുതിയാണ്. ഭാഗവതം നമ്മൾ ഓം പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ ഇവർക്കുള്ള മന്ത്രം കൊണ്ട് പൂർണ്ണാഹുതി ചെയ്യുന്നത് പോലെ ദ്വാദശം സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദി ഹേതവേ എന്ന് പറഞ്ഞിട്ട് ആ പൂർണ്ണാഹുതി അങ്ങോട്ട് ചെയ്ത് അവസാനിപ്പിക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 13 അധ്യായങ്ങളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മുഴുവൻ ഗ്രന്ഥത്തിൻ്റെയും ഫലശ്രുതി അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. കലിയുഗ വർണ്ണനയുണ്ട്. നമ്മൾ ജീവിക്കുന്ന കാലത്തിൻ്റെ ദോഷങ്ങൾ, ധർമ്മക്ഷയം, കലഹം. കാരണം ശുദ്ധമായ പ്രേമം എന്താ പറഞ്ഞു, ജ്ഞാനത്തിൻ്റെ മാർഗം പറഞ്ഞു. അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല. പ്രാക്ടിക്കലായിട്ടുള്ള കാലം എന്താണെന്ന് കൂടെ പറയണം. നമ്മുടെ കാലത്തേക്ക് നമ്മളെ വീണ്ടും പിടിച്ച് ഇറക്കി കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടാണ് ഭാഗവതം ഉപസംഹരിക്കുന്നത്. വേണമെങ്കിൽ ഏകാദശം കഴിഞ്ഞ ഉടനെ നിർത്തിയില്ല. നമ്മൾ വിചാരിക്കും ഈ സിനിമ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കൂടെ കഥ കാണിക്കും അല്ലേ? അതുപോലെ എൻ ടൈറ്റിലൊക്കെ വരുമ്പോൾ കാണിക്കില്ലേ? അതുപോലെയാണ് അത് വരുന്നത്. അവിടെ ഗംഭീരമായിട്ടുള്ളൊരു എപ്പിസോഡ് കൊണ്ടേ വെച്ചിരിക്കുന്നു. മരണത്തെ അതിജീവിച്ച മാർക്കണ്ഡേയൻ കാണുന്ന പ്രളയം. അവിടെ ഭഗവാൻ പ്രപഞ്ചവിത്തായിട്ടിരിക്കുന്നതായിട്ട് കാണിച്ചു തരുന്നു. വടപത്രശായി എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിൻ്റെ മൊത്തം രത്നച്ചുരുക്കം. ഒരാലെങ്ങനെയാണോ ഒരു വിത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത്, ആ തത്വത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന പ്രപഞ്ച ചക്രത്തിൻ്റെ രൂപമാണ്. ആ തള്ളവരലെടുത്ത് ആ വായിൽ കൊണ്ട് കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ കുടേശയാനം ബാലം മുകുന്ദം മനസാസ്മരാമി. ആ വാക്ക് അവിടെ ബാലം മാധവെന്നോ ബാലം കൃഷ്ണം മനസാസ്മരാമി എന്ന് ഒഴിയില്ല, മുകുന്ദൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത് അറിഞ്ഞവനെ മോക്ഷമുള്ളൂ. ആചാര്യന്മാർ അനാവശ്യമായിട്ടൊരു പേര് വെറുതെ ഉപയോഗിക്കില്ല. ദാശരഥയെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ 10 പ്രാണന്മാരെയും ഉദ്ദേശിക്കണ എന്തെങ്കിലും കാണും. അവിടെ 10 പ്രാണനെ അടക്കിയവനാണ് ദശരഥൻ. 10 ദിക്കിലേക്ക് രഥം ഓടിക്കൽ മാത്രമല്ല, രഥം ശരീര. അപ്പോൾ അതേ രാഘവ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹരേ എന്ന് വിളിച്ചാൽ അതിനൊരു കാരണം ഉണ്ടാവും, മാധവ എന്ന് വിളിച്ചാൽ അതിനൊരു കാരണം ഉണ്ടാവും. അല്ലാണ്ട് ആ കോണ്ടെക്സ്റ്റ് അല്ലാണ്ട് ആചാര്യന്മാർ ആ പേരവിടെ ഉപയോഗിക്കില്ല. ഇവിടെ മുകുന്ദൻ തന്നെ പറഞ്ഞിരിക്കണു വില്ലുമംഗലം. കലേർദോഷനിതേ രാജൻ നസ്തിഹ്യോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്. കലിയുഗം ദോഷങ്ങളുടെ കടലാണ്. പക്ഷെ അതിനൊരു ഗുണമുണ്ട്. കൃഷ്ണൻ്റെ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം മനുഷ്യൻ സകല ബന്ധത്തു നിന്നും മുക്തനായിട്ട് പരമപദം പ്രാപിക്കുന്നു പറയണു. സത്യയുഗത്തിൽ തപസ്സും, ത്രേതായുഗത്തിൽ യജ്ഞവും, ദ്വാപരയുഗത്തിൽ പൂജ കൊണ്ടും കിട്ടുന്നത് കലിയുഗത്തിൽ വെറും നാമജപം കൊണ്ട് കിട്ടണമെന്ന് പറയണു. ഇതുകൊണ്ട് ഈ യുഗത്തിലെ ഗൃഹസ്ഥ ഭക്തനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ എന്നും കൂടെ പറഞ്ഞിട്ടാണ് മാർക്കണ്ഡേയൻ്റെ ഉപാഖ്യാനമൊക്കെ പറഞ്ഞ് അത് അവസാനിപ്പിക്കണത്. അതുകൊണ്ട് 7 ദിവസം കൊണ്ട് മരണം സംഭവിക്കുന്നുള്ള ശാപം കേട്ടിട്ടുള്ള പരീക്ഷിത്ത് ഭയപ്പെട്ടിട്ട് ഓടി ഒളിക്കാതെ ഗംഗാതീരത്തിരുന്ന് ശുഗമുനിന്ന് 7 ദിവസം ഭാഗവതം ശ്രവിച്ച് ശ്രവണം പൂർത്തിയായപ്പോൾ മരണത്തിനെക്കുറിച്ചുള്ള ഭയമൊക്കെ പോയി സമാധിസ്ഥനായതിനു ശേഷം ഭഗവാനിൽ ലയിച്ചപ്പോഴാണ് അത്ര തക്ഷകൻ വന്ന് കൊത്തിയതും ശരീരം ഭസ്മായി പോയതെന്നും പറഞ്ഞു. ഇത് മുഴുവൻ പറഞ്ഞ് ഭാഗവതം അവസാനിക്കുന്നു. സമ്പൂർണ്ണ ഭാഗവതത്തിന് മഹാത്മ്യം വാസ്തവത്തിൽ ദശമവും ഏകാദശവും ദ്വാദശവും വായിച്ചാൽ തന്നെ നമുക്ക് കിട്ടും. ഭാഗവതം ശരിയായിട്ട് ശ്രമിച്ചാൽ മരണഭയം അകലും. നമ്മൾ ഓരോരുത്തരുടെയും ശിരസിൻ്റെ മുകളിലൊക്കെ ഓരോ തക്ഷകൻ ഇരിപ്പുണ്ട്. തലയുടെ മുകളിലൊക്കെ ഓരോ തക്ഷകൻ ഇരിപ്പുണ്ട്. ആ തക്ഷകൻ്റെ പേര് കാലം എന്നാണ്. പരീക്ഷത്തിനെ പോലെ ഭയപ്പെട്ടോടാതെ ഭഗവത് കഥ ശ്രമിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കി. അപ്പം തക്ഷകൻ്റെ ദംശനം കിട്ടുന്നതിന് മുമ്പ് ഭഗവാനിൽ ലയിക്കാനുള്ള വഴി നോക്കുകയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ദശമം നമ്മുടെ ഹൃദയത്തിനെ ഉരുക്കും പ്രേമം കൊണ്ട്, ഏകാദശം നമ്മുടെ ബുദ്ധിയെ തെളിയിക്കും ജ്ഞാനം കൊണ്ട്, ദ്വാദശം നമ്മുടെ ആത്മാവിനെ വിടർത്തും മുക്തിയിലേക്ക്. ഗുരുവായൂരപ്പൻ്റെ കയ്യിലെ താമരയാക്കി നമ്മൾ ഓരോരുത്തരെയും മാറ്റുന്ന വിദ്യയാണ് ദ്വാദശം നമുക്ക് തരുന്നത്. അതുകൊണ്ട് ആദ്യം ഭഗവാനെ കാണണം, കണ്ടാൽ സ്നേഹിക്കണം. അത് ദശമം പഠിപ്പിക്കും. സ്നേഹിച്ചാൽ ആ സ്നേഹത്തിനെ ജ്ഞാനം കൊണ്ട് ശുദ്ധീകരിച്ച് ഉറപ്പിക്കണമെന്ന് ഏകാദശം പഠിപ്പിക്കും. ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ ബന്ധത്തിൽ ലയിക്കണം എന്ന് ദ്വാദശം നമ്മളെ പഠിപ്പിക്കും. നമ്മളതുകൊണ്ടാണ് ദ്വാദശാന്ത സ്ഥാനം എന്ന് പറയുക സഹസ്രാരത്തിൽ. ദ്വാദശാന്ത സ്ഥാനം ഏതാ? ലയിക്കണ സ്ഥലം. വെറുതെയാണോ ദ്വാദശ സ്കന്ധം ആക്കിയിട്ട് അത് അവസാനിപ്പിച്ച് വെച്ചിരിക്കണം? അവസാനത്തെ പരമ കൈവല്യമാണ്.
അവിടെ കൊണ്ടേ വെച്ചിരിക്കണം. പ്രേമമില്ലെങ്കിൽ ജ്ഞാനം വരളും, ജ്ഞാനമില്ലാത്ത പ്രേമം കണ്ണു കാണാത്ത പോലെയാണ്. അത് രണ്ടും ഒരുമിച്ച് ചേർന്നാലേ മുക്തി ഉണ്ടാവുള്ളൂ. ഈ പൂർണ്ണത ഈ 3 സ്കന്ധങ്ങളും നമുക്ക് തരും. അതുകൊണ്ട് നമ്മൾ സപ്താഹമായിട്ട് നാളെ തൊട്ടിട്ട് ഇത് ശ്രമിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ഭഗവാന്റെ ജനനം മുതൽക്ക് ദശമത്തിൽ ഭഗവാന്റെ ഉപദേശം വഴി ഏകാദശത്തിൽ കൂടെ ഗുരുവായൂരപ്പനിലുള്ള ലയനം വരെ ദ്വാദശം ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ആത്മീയ യാത്ര നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൊന്നുഗുരുവായൂരപ്പൻ്റെ തൃപ്പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ഭാഗവത മഹാത്മ്യത്തിനെ അർച്ചിക്കണം. ഈ മഹാത്മ്യം ഹൃദയത്തിൽ വെച്ചുകൊണ്ട് നാളെ മുതൽക്ക് നമുക്ക് ഭഗവാന്റെ കഥാമൃതത്തിലേക്ക് കടക്കാം. നാളെ രാവിലെ തന്നെ ഭഗവാന്റെ അവതാരമാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് സാധാരണ എന്താ വെച്ചാൽ നമ്മളൊന്ന് പഠിച്ച് കേട്ട് വന്ന് നമ്മളൊന്ന് പാകപ്പെടാൻ സമയമില്ല നമുക്ക്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഇൻറ്റൻസിറ്റിയിൽ രാവിലെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ കുറച്ച് നേരം ഇവിടെ പിടിച്ചിരുത്തിയത്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാന്റെ കഥാമൃതം ആസ്വദിക്കാനായിട്ട് എല്ലാവരും എത്തിച്ചേരുക. നാളെ രാവിലെ നമുക്ക് ആദ്യം സഹസ്രനാമം സമ്പ്രദായമായിട്ട്, അതിനുശേഷം പാരായണത്തിനെ തുടർന്ന് പ്രഭാഷണം, വീണ്ടും പാരായണം. ഈ ഒരു ക്രമത്തിൽ നമ്മൾ നാളെ സന്ധ്യ വരെ പോകും. ആദ്യത്തെ 20 അധ്യായമാണ് വരുന്നത്. ശരത്കാലത്തിൻ്റെ അതേമാതിരി വർഷകാലത്തിൻ്റെയും വർണ്ണന വരെ ഉള്ള അധ്യായങ്ങൾ നമ്മൾ നാളെ ചർച്ച ചെയ്യും. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഗുരുവായൂരപ്പ സർവേശ്വര സന്തോഷിക്കണേ ഭഗവാൻ.